നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അതിക്രൂര ലൈംഗിക പീഡനം ഉന്നയിച്ച് മറ്റൊരു പരാതി കൂടി. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന 23 വയസ്സുള്ള മലയാളി പെൺകുട്ടി കോൺഗ്രസ് നേതൃത്വത്തിനാണ് ഇമെയിലിൽ പരാതി നൽകിയത്. ഇത് KPCC DGPക്ക് ഫോർവേഡ് ചെയ്തു. ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി വിസമ്മതത്തെ അവഗണിച്ച് ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. രാഹുൽ ഒളിച്ചിരിക്കുന്നത് കർണാടക തമിഴ്നാട് അതിർത്തിയിലെ ഹോം സ്റ്റേയിലാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് പിന്തുടരുന്നതിനിടെ MLA കർണാടകയിലേക്ക് കടന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഈ വിഷയത്തിൽ ശ്രീ N. ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, ശ്രീ KS അരുൺകുമാർ CPIM, ശ്രീ TP ജയചന്ദ്രൻ BJP, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ അഭിഭാഷക എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ N. ശ്രീകുമാർ, ഇന്നലെയാണ് എനിക്കൊരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് ഇപ്പോഴത്തെ KPCC അധ്യക്ഷൻ പറഞ്ഞത്. അത് കളവായിരുന്നു എന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. പോലീസിന് പരാതി നൽകുന്നതിന് മുൻപ് ആ പരാതിക്കാരി KPCCക്ക് പരാതി നൽകിയിരുന്നു. അതവിടെ നിൽക്കട്ടെ. ആ പരാതി അവിടെ നിൽക്കുമ്പോഴാണ് ഇന്ന് പുതിയൊരു പരാതി. അതിൽ സ്ഫോടനാത്മകമായ വിവരങ്ങളാണ്. 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഒരു ഹോം സ്റ്റേയിലേക്ക് തന്ത്രപരമായി കൊണ്ടുപോയി അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് ആ പരാതി. കോൺഗ്രസ് ഇതൊക്കെ എങ്ങനെ താങ്ങും? നോക്കൂ അഭിലാഷ്, താങ്കളുടെ അവസാനത്തെ ഒരു വരി വളരെ പ്രസക്തമാണ്. കോൺഗ്രസ് ഇതൊക്കെ എങ്ങനെ താങ്ങുന്നുള്ളത്. കാരണം ഇത്തരം അശ്ലീല രാഷ്ട്രീയം കോൺഗ്രസ്സിന് പരിചിതമല്ലാത്തതുകൊണ്ട് കോൺഗ്രസ്സിന് താങ്ങാനുള്ള ഒരു കരുത്ത് എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല. അങ്ങനെ മുൻകാലങ്ങൾ അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കോൺഗ്രസ് താങ്ങാനുള്ളൊരു ശക്തി ഉണ്ടാകില്ല, അല്ലെ കരുത്തില്ല എന്നൊക്കെ ഒരു ചിന്ത പൊതുവെ മറ്റ് കക്ഷികൾക്കോ അല്ലെങ്കിൽ നിരീക്ഷകർക്കൊക്കെ വന്നേക്കാം. പക്ഷേ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഈ നാട്ടിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഇതിലും വലിയ ഈ അശ്ലീലമല്ലാത്ത ചില വിഷയങ്ങളിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ട്. അന്നൊക്കെ അതിനെ തരണം ചെയ്ത് കോൺഗ്രസ് വന്നിട്ടുണ്ട്. ഇത്തവണയും ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ആദ്യം വന്നപ്പോൾ തന്നെ നടപടിയെടുത്തു. ഞാനതിലേക്കൊന്നും കൂടുതൽ പറയുന്നില്ല, കാരണം ആവർത്തിച്ച് എത്രയാ പറയുന്നില്ല. എന്തിനാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ധാരാളം പരാതികൾ വന്നിട്ടുണ്ട് എന്ന് ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. ഈ ധാരാളം പരാതികൾ ഈ പെട്ടിയിൽ വെക്കുമ്പോൾ ആ പരാതിക്ക് ആസ്പദമാക്കിയ കാര്യങ്ങൾ ഉണ്ടാക്കിയ ആളെ, അത് ചെയ്ത ആളെ നിരന്തരം പ്രൊമോട്ട് ചെയ്യുകയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കുകയും പാലക്കാട് മത്സരിപ്പിക്കുകയും ചെയ്ത ഒരു പാർട്ടിക്ക് ഇതല്ലാതെ വേറെ എന്ത് വരണം? അല്ല, ഞാൻ രാഷ്ട്രീയമല്ലേ അഭിലാഷേ. രാഷ്ട്രീയത്തിൽ പരാതികൾ ഒരുപാട് വന്നിട്ടുണ്ടാവും. പക്ഷേ ഒരു പരാതി വന്നപ്പോൾ ആ പരാതിക്ക് ായിരിക്കാം നടപടി എടുത്തിട്ടുണ്ട്. പരാതികൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞത് ഇതേ രമേശ് ചെന്നിത്തലയാണ്. ഞാൻ വേറെ ആരെയുമല്ല, രമേശ് ചെന്നിത്തലയാണ് കോട്ട് ചെയ്യുന്നത്. നോക്കൂ, രമേശ് ചെന്നിത്തല ആയാലും KPCC പ്രസിഡന്റ് ആയാലും പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ഏതെങ്കിലും പരാതിയിൽ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പരാതിയാണെങ്കിലും 10 പരാതിയാണെങ്കിലും എല്ലാം കണക്കാണ്. ഒരു പരാതിയിൽ പറയുന്ന കാര്യമാണെങ്കിലും ചെയ്ത തെറ്റാണെങ്കിൽ അതിൽ 10 പരാതി വന്നാലും മൾട്ടിപ്പിൾ പരാതികളാണെങ്കിൽ ഇയാൾ ഒരു പ്രെഡേറ്ററി ബിഹേവിയർ ഉള്ള ഒരാളാണ്. ഒരു ബന്ധത്തിലെ, ഒരു റിലേഷൻഷിപ്പിലെ അപസ്വരങ്ങളല്ല, മറിച്ച് ഇയാളൊരു വേട്ടക്കാരനാണ്. തന്ത്രപരമായി വേട്ടയാടുന്നൊരു വേട്ടക്കാരനാണെന്ന് വ്യക്തമാക്കുന്ന, പാർട്ടിക്ക് മുമ്പിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണല്ലോ. ആ വേട്ടയിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളും അവരുടെ ബന്ധുക്കളും ഒക്കെ പെടുകയും ചെയ്യാം. അങ്ങനെയാണ് ശ്രുതി. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ടാമത്തെ പരാതി എന്ന് പറയുന്നത് അതിഗുരുതരമായ പരാതിയാണ്. ഈ പരാതി വരുമ്പോൾ ഇനിയും ന്യായീകരിച്ച് സമ്പൂർണ്ണമായി കേരള സമൂഹത്തിന് മുൻപിൽ പരിഹാസ്യമായി തീരണോ കോൺഗ്രസ് എന്ന് ആ പാർട്ടി ആലോചിക്കണ്ടേ? നോക്കൂ അഭിലാഷ്, എന്തേ പറയുന്നത്? ആരാ ന്യായീകരിച്ചത്? ഇവിടെ ഞാൻ വന്നിരിക്കുന്നത്, ഇവിടെ KS അരുൺകുമാർ ഉണ്ടല്ലോ CPMൻ്റെ, ഞാൻ ആദ്യമേ തന്നെ പറയാം, ഞാൻ വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ കാര്യം പറയാനല്ല, കോൺഗ്രസിൻ്റെ വക്താവല്ല ഞാൻ. പക്ഷേ കോൺഗ്രസിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് കോൺഗ്രസിനെ കുറിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ കോൺഗ്രസിനെ കുറിച്ച് പറയും. അല്ലാണ്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയോ ചെയ്ത തെറ്റിനെയോ ന്യായീകരിക്കാനല്ല. അങ്ങനെ കോൺഗ്രസിൽ ഒരാൾ പോലും ന്യായീകരിച്ചിട്ടില്ല. അഭിപ്രായങ്ങൾ എന്തെങ്കിലും പത്രലേഖകർ ചോദിക്കുമ്പോൾ ആ സമയത്തുള്ള എന്തെങ്കിലും സ്ഫോടനാത്മകമായ എന്തെങ്കിലും ചോദ്യം വരുമ്പോൾ അതിനോടുള്ള പ്രതികരണം കുറച്ച് കടുത്തതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടാവും. അത് K. സുധാകരനെ പോലുള്ളവർ നടത്തിയ കാര്യം നമ്മുടെ മുമ്പിലുണ്ടാകുന്ന ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അതൊക്കെ മാറിപ്പോയി. കോൺഗ്രസ് ഇതിൽ MLAയെ കോൺഗ്രസ് ന്യായീകരിച്ചിട്ടില്ല. കോൺഗ്രസ് ഇപ്പോഴും ന്യായീകരിക്കുന്നില്ല. മാത്രമല്ല, പരാതി ഇന്ന് വന്ന പരാതി അത് പോലീസിന് കൊടുക്കുകയും ചെയ്തു. ആ പരാതിയിൽ ആരാണ് പരാതിക്കാരിയെന്നോ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലും ആ പരാതി പോലീസിന് കൊടുത്തു, DGPക്ക് കൊടുത്തു. DGP എന്ന് വെച്ചാൽ CPMൻ്റെ ഭരണത്തിലുള്ള DGP ആണ്. അദ്ദേഹത്തിന് അന്വേഷിക്കാം, അദ്ദേഹത്തിന് നടപടിയെടുക്കാം.
കോൺഗ്രസ് ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ ഒപ്പം നിൽക്കും. കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ കോൺഗ്രസ് പറയും, പക്ഷേ തെറ്റ് ചെയ്ത ആളെ ന്യായീകരിക്കില്ല. അഭിലാഷ് ആ ചോദ്യം ചോദിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ കോൺഗ്രസിനെ ന്യായീകരിച്ചാൽ നമ്മുടെ പാനലിലുള്ള CPM സുഹൃത്തുക്കളെ ഇവിടെ നാണമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി തന്നെ ഇതൊക്കെ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ കാര്യം പറയുക എന്നുള്ളത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരാളുടെ കടമയാണ്. ഞാൻ കോൺഗ്രസിൻ്റെ ഒപ്പം സഞ്ചരിച്ചിട്ടുള്ള ഒരു പത്രലേഖകനാണ്. എനിക്ക് കോൺഗ്രസിനെ കുറിച്ച് നല്ലത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് കോൺഗ്രസ് തന്നിട്ടുണ്ട്. ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഒരു യുവതി ഇന്ന് നൽകിയ പരാതിയാണെങ്കിലും ആ പരാതി പോലീസിന് കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുക്കുന്ന പോലെ അതിലില്ലെന്ന് അറിഞ്ഞത് പോലീസ് അന്വേഷിക്കട്ടെ. ശരി, അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് നിലപാട്. ഓക്കെ, ഞാൻ അങ്ങേലേക്ക് വരാം. അഡ്വക്കേറ്റ് ആശാ ഉണ്ണിത്താൻ, നമ്മൾ ഇതിലൊരു പാറ്റേൺ കാണണം. പെൺകുട്ടികളെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുക, അതിനുശേഷം ഇൻസ്റ്റഗ്രാം അഡ്മിനാണ് പ്രവർത്തിപ്പിക്കുന്നത്, അതുകൊണ്ട് പ്രൈവസി വേണം, ടെലിഗ്രാം നമ്പർ തരുമോ എന്ന് ചോദിക്കുക, ടെലിഗ്രാമിൽ അഫെക്ഷനേറ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുക, വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുക. അങ്ങനെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം വീട്ടുകാരെ കാണണം, എനിക്ക് വീട്ടിൽ വന്ന് വിവാഹം ആലോചിക്കണം എന്ന് പറയുക. ഇതൊക്കെ കഴിഞ്ഞ് വിവാഹം നടക്കുമെന്നൊക്കെ വിചാരിക്കുന്ന പെൺകുട്ടികളോട് വീട്ടുകാരെ കാണുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രൈവറ്റായിട്ട് കാണണ്ടേ, നമുക്ക് നമ്മുടെ ഭാവി ജീവിതം പ്ലാൻ ചെയ്യണ്ടേ എന്ന് പറയുക. അത് കേട്ട് പ്രൈവറ്റായി കാണാൻ വരുന്ന പെൺകുട്ടികളെ അവരുടെ സമ്മതമില്ലാതെ ലൈംഗിക വൃത്തിക്ക് ഉപയോഗിക്കുക, ആ റെഫ്യൂസലിനെ മറികടന്ന് സെക്സ് ചെയ്യുക, അത് ബ്രൂട്ടലായി ചെയ്യുക, അതിനിടയ്ക്ക് അസുഖബാധിതയായാൽ പോലും അത് വകവയ്ക്കാതിരിക്കുക. ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഒരു ജനപ്രതിനിധിക്കെതിരെ ദൗർഭാഗ്യവശാൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇനി ആരെങ്കിലും ന്യായീകരിച്ചാൽ അവരെ എന്ത് വിളിക്കണം? അറിയില്ല അവരെന്ത് വിളിക്കണം എന്നുള്ളത്, ഞാൻ അതിനെപ്പറ്റി സംസാരിക്കണില്ല. ആക്ച്വലി ആളുകളുടെ ഒരു തെറ്റായ ധാരണയുണ്ട്. രണ്ടുപേര് തമ്മിലുള്ള ഉഭയസമ്മത പ്രകാരമുള്ള റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു സംഗതിയുണ്ട്. ശരിയാണ്, പുറത്തുനിന്നുള്ള ആൾക്ക് അതിൽ കാര്യമില്ല എങ്ങനെയാണെങ്കിൽ അത് ഉഭയസമ്മത പ്രകാരമാണെങ്കിൽ. അപ്പൊ ഇവിടെ വരുന്നത് എന്താ? ഉഭയസമ്മതം. അപ്പൊ ഇവിടെ വേണ്ടത് സമ്മതം എന്നൊരു വേർഡാണ്. നമ്മൾ ലീഗലി നോക്കുമ്പോൾ സമ്മതം എങ്ങനെയാണ് ഒരാളുടെ കൺസെന്റ് എടുക്കുന്നത്? ദർ ഇസ് എക്സ്പ്രസ് കൺസെന്റ് ആൻഡ് ഇംപ്ലൈഡ് കൺസെന്റ്. ഒരു ഇംപ്ലൈഡ് കൺസെന്റ് ആണ് ഇവർ പലപ്പോഴും പറയുന്ന ഒരു സംഗതി. അപ്പൊ എക്സ്പ്രസ് കൺസെന്റ് നമുക്ക് എഴുതി വാങ്ങാൻ സാധിക്കുമോ? അപ്പോൾ പ്രണയിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ചെല്ലുമ്പോൾ അങ്ങനെ. പക്ഷെ വളരെ ക്ലിയർ ആണ്. ഇപ്പം നേരത്തെ തന്നെ അഭിലാഷ് കൃത്യമായി പറയുകയും ചെയ്തു, നമ്മൾ വിവാഹം കഴിക്കും, വിവാഹ ആലോചനയായിട്ട് വരുന്നത്. ഞാൻ കേവലം ഒരു പ്രണയാഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻഷിപ്പോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് മാത്രം സ്ഥാപിക്കുന്നു എന്നതിന്റെ അപ്പുറത്തേക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് ഈ MLA ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വിവാഹ അഭ്യർത്ഥന അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് നയിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്. അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് കൃത്യമായി തന്നെ അവരുടെ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനാണ്. സോ അദ്ദേഹത്തിന് അറിയാം, ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചെയ്യുന്നത് ഒരു ഫ്രോഡുലന്റ് ആക്ട് ആണ്, ഞാൻ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വഞ്ചനാപരമായ ഒരു ഉദ്ദേശത്തോടു കൂടി അവരുമായി ഒരു റിലേഷൻഷിപ്പിലേക്ക്, സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് എത്താൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. സോ വളരെ കൃത്യമാണ് ചീറ്റിങ്ങിന്റെ നമ്മുടെ ഇവിടെ അഡ്വക്കേറ്റ് ആശ ഈ രണ്ടാമത്തെ പരാതി വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ മുൻ പരാതിയിൽ ഒരു മാനിപ്പുലേറ്റഡ് കൺസെന്റ് എന്നെങ്കിലും പറയാം, കൺസെന്റ് മാനിപ്പുലേറ്റ് ചെയ്തു എന്നെങ്കിലും പറയാം. ഇവിടെ നോക്കൂ, ക്ലിയർ നോ ആണ്, ഞാൻ ഒരു ലൈംഗിക ബന്ധത്തിന് സന്നദ്ധയല്ല എന്ന് അറിയിച്ച ഒരാളെ ആ വിസമ്മതം വകവയ്ക്കാതെ റേപ്പ് ചെയ്തു എന്നുള്ളതാണ് ആ പരാതി. ആ പരാതി വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതെ, ഇവിടെ അതാണ് ഇവിടുത്തെ വലിയൊരു വിഷയം. ഒന്നാമത്തെ അലിഗേഷനും ഒന്നാമത്തെ കേസും അതിന്റെ FIR-ഉം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിലും കൃത്യമായി തന്നെ റേപ്പ് ഇട്ടിട്ടുണ്ട്. ആ റേപ്പ് ഇടുന്നതിന്റെ കാര്യമാണ് ഞാൻ ഇപ്പൊ അനലൈസ് ചെയ്ത് ഫസ്റ്റ് പറഞ്ഞത്. ആ അനലൈസ് ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ പറയുന്നത് ഔട്ട് ഓഫ് ഫ്രീ വിൽ. അപ്പോ ഒരു MLA പൊസിഷനിലിരിക്കുന്ന ഒരാള്, ഒന്ന്, രണ്ട്, പുരുഷൻ എന്ന സാമൂഹികപരമായിട്ടുള്ള ആ ഒരു ജെൻഡർ ഇതിലിരിക്കുമ്പോൾ കിട്ടുന്ന മറ്റൊരു ഇൻഫ്ലുവൻസ്, ഇതെല്ലാം കൂടി ഉപയോഗിച്ചിട്ട് അതും ഒരു വൾണറബിൾ സിറ്റുവേഷനിലേക്ക് എത്തിച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ഇവർ ഇത്തരം ആക്ടിവിറ്റീസിലേക്ക് മാറുന്നത്. അപ്പൊ ഒരു ഇംപ്ലൈഡ് നോ ഉണ്ടെങ്കിൽ തന്നെ ഒരു എക്സ്പ്രസ് നോ പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടാനോ ബഹളം വെക്കാനോ കരയാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ അവർ നിൽക്കുന്നുണ്ടാവാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തിന് നിങ്ങൾ ആ സ്വകാര്യ സ്ഥലത്തേക്ക് പോയി എന്നൊരു ചോദ്യമാണ്. ഒരു മനുഷ്യനെ ഞാൻ വിവാഹം കഴിക്കുമെന്നും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ കാലത്ത് എന്തിന് ഭയപ്പെടണം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. മാത്രമല്ല ഇത്രയും പുരോഗമനമൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പൊ അവിടെ ചെന്നിട്ട് ഒരു ട്രാപ്പിലാക്കിയിട്ടാണ്, അതായത് തട്ടിക്കൊണ്ടുപോകുന്ന പോലെയാണ്, തെറ്റിദ്ധരിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് തട്ടിക്കൊണ്ടുപോകണ പോലെ കൊണ്ടുപോയി അവിടെ ചെന്ന് ബലാത്സംഗം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ ഇതിന് ഇദ്ദേഹത്തെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, സ്ഥിരമായി
സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഗർഭമുണ്ടാകുന്ന സംഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഗർഭമുണ്ടാകുന്നത് വരെ പറയാ ഞാൻ എന്നിൽ കുഞ്ഞിനെ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് അവരോട് കാണിക്കുന്ന മറ്റു ചില തട്ടിപ്പുകൾ, അവർക്ക് ഇപ്പൊ അവർക്കൊരു അവസരം കിട്ടുമായിരുന്നു ഒരു ഗർഭനിരോധന ഏതെങ്കിലും മെക്കാനിസം യൂസ് ചെയ്യാനോ മറ്റൊക്കെ. അതൊന്നും ചെയ്യിക്കാതെ, അങ്ങനത്തെ ഒരു പ്രിക്കോഷൻസും എടുക്കാൻ സമ്മതിക്കാതെ ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് പറയാം. അടുത്തത് അവരങ്ങനെ ഒരു ഗർഭധാരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ അവരെ ഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ടത് അവസാനിക്കും. സോ ഒരുതരം ക്രൂരതയുടെ വലിയൊരു കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഇരേനെ ഇങ്ങനെ ഉപദ്രവിച്ച് അതിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്ന് മനസ്സിലാവണില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. വലിയൊരു യൂത്തിന്റെ പ്രതീകമായി നിന്നുകൊണ്ട്, പുരോഗമനത്തിന്റെ പ്രതീകമായി നിന്നുകൊണ്ട് ആളുകളൊക്കെ അട്രാക്ട് ചെയ്യുന്ന ആൾക്കാർ ചെന്നായിട്ട ആട്ടുംതൂരിട്ട ചെന്നായിനെ പോലെ ഇരുന്നിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. വളരെ ഭീകരമായ ഒരു പ്രഡേറ്റർ ആയിട്ടാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ആപത്താണ് സമൂഹത്തിന് ഇത്തരം ആളുകൾ, പ്രത്യേകിച്ച് ഈ വലിയ പോസ്റ്റിലിരിക്കുമ്പോൾ. അപ്പൊ ആക്ച്വലി ഇപ്പോൾ ചെയ്യേണ്ടത് ആ വലിയ പോസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തലും കൂടിയാണ്. ശരി, ശ്രീ അരുൺകുമാർ, താങ്കളുടെ അഭിഭാഷകൻ കൂടിയാണല്ലോ. 23 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി ഇമെയിലിൽ അയച്ചിരിക്കുന്ന പരാതി നടുക്കുന്നതാണ്. അതിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: Despite my resistance, he assaulted and violated me brutally. He forcefully had sexual intercourse with me, resulting in severe panic attack. I struggled to breathe and had to take my prescribed medication. Before I could recover, he continued the assault, causing unbearable physical and emotional trauma. After the violent act, which shattered me completely, I was in intense physical pain and realized that my body bore several cuts and injuries from his brutal attack. നടന്ന ഒരു ലൈംഗിക പീഡനത്തെക്കുറിച്ചുള്ള ചോര മരവിപ്പിക്കുന്ന ഒരു വിവരണമാണ് ഈ പരാതിയിലുള്ളത്. ഇതൊരു പൊതുപ്രവർത്തകനാണ് ചെയ്തത് എന്നുള്ളത് ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഈ പൊതുപ്രവർത്തകനെ അനുകൂലിക്കുന്ന ആളുകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. ജയിലിൽ പോയവർ പോലും പട്ടിണി കിടക്കാണ് എന്നാണ് പറയുന്നത്. എന്തൊരവസ്ഥയാണ് ഇത്! ക്ലിയർ കേസ് ഓഫ് റേപ്പ് തന്നെയാണ്. ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള, ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു അതിക്രമം, ബലാത്സംഗം ആ പെൺകുട്ടിക്കെതിരെ നടന്നതായിട്ടാണ് വ്യക്തമാകുന്നത്. അതിൽ 2-3 കാര്യം കൂടി ആ കുട്ടി പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരുന്ന വലിയ അറ്റാക്കുകൾ ഭയന്നിട്ടാണ് പരാതി കൊടുക്കാൻ മടിക്കുന്നത് എന്ന് ആ പരാതിയിലുണ്ട്. അതോടൊപ്പം തന്നെ സംശയമുണ്ടെങ്കിൽ, കോൺഗ്രസ് നേതാക്കന്മാർക്ക് സംശയമുണ്ടെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇത് അറിയാം എന്നും അവർക്ക് റിട്ടേൺ ആയിട്ട് പരാതി കൊടുക്കാത്തത് കൊണ്ട് മാത്രം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യവും ഈ പരാതിയുടെ ഭാഗമായിട്ട് നമ്മൾ കാണുകയാണ്. ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടൊരു പാരഗ്രാഫ് ഉണ്ട്: ഐ ദയർഫോർ റിക്വസ്റ്റ് ദ കോൺഗ്രസ് ലീഡർഷിപ്പ് ടു പ്രിവെന്റ് ഹിം ഫ്രം ഹോൾഡിംഗ് എനി റോൾ ഇൻവോൾവിംഗ് പബ്ലിക് എൻഗേജ്മെന്റ് എക്സ്പെഷ്യലി വിത്ത് വുമൺ ആൻഡ് ചിൽഡ്രൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി, ആ പാർട്ടിയിൽ ഒരു റോളും കൊടുക്കരുത്. അത് വിമൺ ആൻഡ് ചിൽഡ്രൻ, സ്ത്രീകളും കുട്ടികളും വരുന്ന ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ ഒരു എൻഗേജ്മെന്റും കൊടുക്കരുത് എന്നൊരു പെൺകുട്ടി എഴുതി വെച്ചിരിക്കുകയാണ് പരാതിയിൽ. ഈ പരാതിയല്ലേ KPCCയുടെ നേതൃത്വം ഇതുവരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്? ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ 10-20ഓളം നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ കോൺഗ്രസിന്റെ അംഗീകാരത്തോടെയും ആശീർവാദത്തോടെയും തന്നെയാണ് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ പെട്ട ഒരാൾക്ക് എല്ലാ പൊസിഷനും കൊടുത്തത് എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാക്കി, അതുപോലെ പാലക്കാട് MLA ആക്കി, അതുപോലെ മറ്റു പല സ്ഥാനങ്ങളും കൊടുത്തു, അതുപോലെ റീൽസിലൂടെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രചാരകനായിട്ട് മാറ്റി. അത്തരത്തിൽ നിരവധി അംഗീകാരവും ആശീർവാദവും എല്ലാം കൊടുക്കുന്നത് നമ്മൾ കാണുകയാണ്. എന്നിട്ട് ഇത്തരം പരാതി ഉയർന്നു വരുമ്പോഴും തട്ടിക്കൂട്ടായിട്ട് ഒരു സസ്പെൻഷൻ, കോൺഗ്രസ് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് 1 മാസം കൊണ്ട് പിൻവലിക്കപ്പെടുന്ന ഒരു സസ്പെൻഷൻ കൊടുത്തിട്ട് ഞങ്ങൾ ശക്തമായിട്ടുള്ള നടപടിയെടുത്തു എന്നതാണ് പറയുന്നത്. ഏതായാലും ഇതുവരെ പുറത്തു വന്നതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള പരാതി തന്നെയാണ്. നമ്മുടെ മുന്നിലുണ്ട് ആദ്യം ഒരു നടി, അതും കോൺഗ്രസിന്റെ നേതാവ് VD സതീശൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിച്ച, തന്റെ പിറന്നാളിന് പോലും കേക്ക് മുറിക്കാൻ ഈ VD സതീശനെ ക്ഷണിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു പരാതി പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. എത്ര ക്രൂരമായിട്ടാണ് ആക്രമിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഗർഭചിത്രം നിർബന്ധമായിട്ട് നടത്തേണ്ടി വന്ന ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും എത്ര ക്രൂരമായിട്ടുള്ള ആക്രമണ പരമ്പരയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയും ഭയക്കുന്നു, സോഷ്യൽ മീഡിയ വഴിയുള്ള ആക്രമണത്തെ ഭയക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ധൈര്യം കൃത്യമായിട്ട് ആർജിച്ച് ഇപ്പോൾ KPCC നേതൃത്വത്തിന് വീണ്ടും ഒരു പരാതി അയക്കുവാൻ, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എല്ലാം വീണ്ടും പരാതി അയക്കാൻ ധൈര്യം കാണിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുകയാണ്. നിയമപരമായ കാര്യം അവിടെ നിൽക്കട്ടെ, രാഷ്ട്രീയ ധാർമ്മികത എന്നൊന്നുണ്ടല്ലോ. ഒരു പൊതുപ്രവർത്തകൻ
തൻ്റെ പ്രവർത്തനം സമൂഹത്തിന് വേണ്ടി മാതൃകാപരമായി ഡെഡിക്കേറ്റ് ചെയ്ത് സമർപ്പിക്കാനാണ് ഒരു പൊതുപ്രവർത്തകൻ എല്ലാ തരത്തിലുള്ള തൻ്റെ പൊതുപ്രവർത്തനത്തെ മാറ്റിവെക്കുന്നത്. തൻ്റെ പ്രവൃത്തിയിലൂടെ, മാതൃകാപരമായ പ്രവർത്തിയിലൂടെ കൂടുതൽ യുവജനങ്ങളെ തൻ്റെ സംഘടനയിലേക്ക് ആകർഷിക്കുക, അങ്ങനെ തൻ്റെ സംഘടനയെ ശക്തമാക്കുക എന്നതാണ് ഓരോ യുവജന പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തകരുടെ ലക്ഷ്യം. എന്നാൽ ഈ പ്രവർത്തകനെതിരെ അടുത്ത കാലത്ത് ഉയർന്നു വന്ന നിരവധി ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ചർച്ചകളിലടക്കം ഞങ്ങൾ തെളിവുകൾ വച്ച് അത് നിരത്തുമ്പോൾ ശ്രീ എൻ ശ്രീകുമാർ അടക്കമുള്ളവർ എത്രയോ ഞങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടായി. അതും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് വോട്ടർ ID കാർഡ് വ്യാജമായിട്ട് നിർമ്മിച്ച് വോട്ട് പിടിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് മുതൽ എങ്ങെടുത്തു നോക്കുക. അതുപോലെ ചൂരൽമല മുണ്ടക്കൈ ആ ദുരന്തത്തിന്റെ പേര് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ പിരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, ഇതെല്ലാം കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് കൃത്യമായി തെളിവുകളോടെ വിവരങ്ങൾ പുറത്തു വന്നത്. അത് രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇത്തരം ചർച്ചകളിൽ ഉന്നയിച്ചിട്ടുണ്ട്. അന്നേരം ഞങ്ങൾക്കെതിരെ എത്രയോ ആക്രമണമാണ്. അതുകൊണ്ട് ചരിത്രത്തിലില്ലാത്ത ഏറ്റവും ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ സ്ത്രീകൾ, അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാര്യമാർ, മക്കൾ, സഹോദരിമാർ, അതുപോലെ സഹപ്രവർത്തകർ എല്ലാം വലിയ ട്രോമയിലൂടെ, സത്യം പറഞ്ഞാൽ ക്രൂരമായ ആക്രമണം നവമാധ്യമങ്ങളിലൂടെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഏറ്റവും ശക്തമായി ഈ വിഷയത്തിൽ എന്ത് പ്രതികരണമാണ് നടത്തുന്നത് എന്ന് ഈ നാട് കാതോർക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ശരി, ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഞെട്ടിപ്പോകുന്ന ഒരു പരാതിയാണ് രണ്ടാമത്തെ പരാതിയായി വന്നിരിക്കുന്നത്. ആ പരാതി കോൺഗ്രസ് നേതൃത്വത്തിനാണ് നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ നേരത്തെ തന്നെ വെളിവായിട്ടുള്ള പ്രിഡേറ്ററി ബിഹേവിയറിൻ്റെ, വേട്ടയാടൽ സ്വഭാവത്തിൻ്റെ കൂടുതൽ പാറ്റേണുകൾ വെളിവാക്കപ്പെടുകയാണ്. നാളെ മുൻകൂർ ജാമ്യാപേക്ഷ മറ്റൊരു കേസിൽ കോടതിയിൽ വരാനിരിക്കെയാണ് പുതിയ ഒരു പരാതി കൂടി വരുന്നത്. ഇനി കൂടുതൽ പരാതിക്കാർ ഉണ്ടാകുമോ എന്നറിയില്ല, അതിന് ധൈര്യം കാണിച്ച ആളുകൾ രംഗത്തേക്ക് വരുമോ എന്നറിയില്ല. പക്ഷേ ഈ പരാതി കൊണ്ട് തന്നെ എന്താണ് നടന്നത് എന്നുള്ളത് ബോധ്യപ്പെടുന്നതാണല്ലോ, വ്യക്തമാണല്ലോ. നോക്കൂ അഭിലാഷ്, ഇതുപോലെ മനോരോഗത്തിന് അടിപ്പെട്ട, ലൈംഗിക വൈകൃതത്തിന് അടിപ്പെട്ട ഒരു പൊതുപ്രവർത്തകനെ കുറിച്ചുള്ള ചർച്ച എന്ന് പറയുന്നത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം അവമതിപ്പുണ്ടാക്കുന്ന ഒരു ചർച്ചയായിപ്പോയി എന്ന് പറയാതെ നിർവാഹമില്ല. ഇദ്ദേഹം പരമ്പരാഗതമായി തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം നിരന്തരമായി തന്നെ അദ്ദേഹം ഒരു ക്രിമിനൽ സ്വഭാവമുള്ള പൊതുപ്രവർത്തകനാണ് എന്നതിൻ്റെ നിരവധി സാക്ഷ്യപ്പെടുത്തലുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ ചൂണ്ടിക്കാണിച്ച മാതിരിയിൽ ലൈംഗികം മാത്രമല്ല, രാജ്യത്തെ നിയമത്തോടുള്ള വെല്ലുവിളി, തൻ്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ അറപ്പില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുക, അതിന് പറ്റിയ ആളുകളെ ചേർത്ത് നിൽക്കുക, തൻ്റെ ലക്ഷ്യത്തിൻ്റെ പാതയിൽ ആരെങ്കിലും വിലങ്ങുതടിയായി വരുന്നുവെങ്കിൽ അവരെ മാനസികവും ശാരീരികവുമായി അതിക്രമിച്ച് കീഴ്പ്പെടുത്തുക, ലക്ഷ്യത്തിനു വേണ്ടി എന്തും ചെയ്യുക. ഇതായിരുന്നില്ലേ നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണങ്ങൾ ഏറെ സാക്ഷ്യപ്പെടുത്തുന്നത്? നോക്കൂ, എനിക്ക് കിട്ടിയ അറിവ് വെച്ച് രണ്ടക്കത്തിൽ കുറയാത്ത അനുഭവജ്ഞാനമുള്ള ആളുകൾ, ഇദ്ദേഹത്തിൻ്റെ ഇരയാക്കപ്പെട്ടവർ കേരളത്തിലുണ്ട്. അത് നിഷ്കളങ്കരായ പെൺകുട്ടികൾ മാത്രമല്ല, ട്രാൻസ്ജെൻഡർമാരുണ്ട്, ഒരുപക്ഷെ ചില ഹോമോസെക്ഷലുകൾ പോലുമുണ്ട്. അതിനു വേണ്ടിയാണോ ഈ പുരുഷ സൗന്ദര്യ വർദ്ധക സലൂണുകൾ പോലും അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് എന്നതാണ് ഇപ്പോൾ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. നോക്കൂ, ഒരു പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്നു, അവളോട് നല്ല മധുരമൂർന്ന വാക്കുകൾ പറയുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, അതിനുവേണ്ടി ചർച്ച ചെയ്യാനെന്ന വ്യാജേന ചില സുഹൃത്തുക്കളുമായി ചേർന്ന് അവരെ കാറിൽ കൊണ്ടുവരുന്നു, തൻ്റെ ഹോം സ്റ്റേയിലെത്തുന്ന ആളുകളെ ഒരു വേട്ടക്കാരനെ പോലെ ശാരീരികമായി ആക്രമിച്ച് കീഴടക്കുന്നു. അതുമാത്രമല്ല, കേവലം ലൈംഗിക സംതൃപ്തി മാത്രമല്ല അദ്ദേഹത്തിന് ഒരു മനോവൈകൃതമായിട്ടെന്ന് ആ സ്ത്രീ വെളിപ്പെടുത്തിയിരിക്കുന്നത്, ആ സഹോദരി വെളിപ്പെടുത്തിയിരിക്കുന്നത്, ശരീരമാസകലം മുറിപ്പെടുത്തി ആ ഇര വേദന കൊണ്ട് പുളയുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു മനോരോഗത്തിന് കൂടി അടിമയാണോ അദ്ദേഹം? ഈ കണക്കിന് ഗോവിന്ദച്ചാമിയോ പേർഷ്യൻ ഷാമാരി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ലൈംഗിക വൈകൃതത്തിന് ഉടമകളായ ഒന്നുമല്ലാതായി മാറുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഇതൊക്കെ ഉണ്ടായിട്ടും പാർട്ടി ഇതുവരെ സ്വീകരിച്ച നയം എന്താണ്? പേരിന് പുറത്താക്കി. അതിന് ചില കാരണങ്ങൾ പറയുന്നു. പാർട്ടിയുടെ പരമ്പരാഗത അനുഭവജ്ഞാനമുള്ള VD സതീശനെ പോലെ, ചെന്നിത്തലയെ പോലെയൊക്കെയുള്ള പരമ്പരാഗത കോൺഗ്രസ് നേതാക്കന്മാരെ ഒന്നുമല്ലാതാക്കി മാറ്റുകയും അവരെ അവഗണിക്കുകയും അവമതിക്കുകയും ചെയ്തുകൊണ്ട്, അവരൊന്നിനും കൊള്ളരുതാത്തവണ് വരുത്തി തീർത്തുകൊണ്ട് തൻ്റെ സൈബർ പോരാളികൾ അവരെ കീഴ്പ്പെടുത്തിയതിൻ്റെ പ്രതികരണമായിട്ട് ചില നീക്കങ്ങളൊക്കെ ഉണ്ടായി.
പക്ഷെ അപ്പോഴും അഭിലാഷെ നമ്മൾ അത്ഭുതപ്പെടുന്നത് ചില നേതാക്കന്മാർ പറഞ്ഞത് എന്താണ്, വരട്ടെ നോക്കട്ടെ, ഒരാൾക്ക് 2 നടപടി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? തെരഞ്ഞെടുപ്പ് കെണിയാണെന്ന് വരെ പറഞ്ഞു. സമൂഹത്തിന് മൊത്തത്തിൽ തന്നെ ഉപദ്രവമായിരിക്കുന്ന, അതെ അതെ, ഒരു സമൂഹത്തിനാകെ ഈ തരത്തിലുള്ള ക്രിമിനലുകളെ രാഷ്ട്രീയത്തിൻ്റെ, അധികാരത്തിൻ്റെ, പ്രതിനിധിയുടെ സ്ഥാനമാനങ്ങളുടെ ബലത്തോടു കൂടിയിട്ട് എന്തും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് തെളിയിച്ച കേരളത്തിലാണല്ലോ എന്ന് ഓർക്കുമ്പോൾ പൊതുപ്രവർത്തകരെന്ന നിലയ്ക്ക് ഞാൻ പോലും, എനിക്കും ലജ്ജ തോന്നുകയാണ്. ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഉണ്ടാകാം. ഇത്തരം ആളുകളെ പൊതുസമൂഹത്തിൽ നിലനിർത്തുകയും ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഇവർക്ക് വേണ്ടി കുഴലൂതാൻ നോക്കൂ. മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ഇന്ന് പ്രതികളാക്കപ്പെട്ടവർ, സംസ്ഥാന കോൺഗ്രസിന്റെ ചുമതല വഹിക്കുന്നവർ, അദ്ദേഹത്തോട് ഒട്ടി നിൽക്കുന്നവർ, ഇവർക്കൊന്നും ഒരു നാണവും ഉളുപ്പും അഭിലാഷം ഉണ്ടായിട്ടില്ല എന്നുള്ളത് എന്തുമാത്രം ഈ കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചു എന്നതിന്റെ ചൂണ്ടുവലകയല്ലേ? ശരി, ഫെനി നൈനാൻ ഇതിന് കൂട്ടുനിന്ന ഈ പെൺകുട്ടിയെ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ച് അവിടെ നിന്ന് കളക്ട് ചെയ്ത് വീട്ടിൽ വിടുകയും ചെയ്ത ഫെനി നൈനാൻ കൈപ്പത്തി ചിഹ്നത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫെനിയുടെ ഓഫീസ് പൂട്ടിക്കിടക്കാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസിന് എത്രമാത്രം ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്നൊക്കെയുള്ള പ്രശ്നം. പക്ഷേ എൻ ശ്രീകുമാർ, എന്തുകൊണ്ട് ഈ പരാതി എന്നുള്ളത് കൂടി കാണണം. ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ക്രൈംബ്രാഞ്ചിന് അറിയാം. ഈ പെൺകുട്ടി നേരിട്ട ദുര്യോഗം നേരത്തെ തന്നെ അന്വേഷണ ഏജൻസിക്ക് വെളിവായതാണ്. അവർ ഈ പെൺകുട്ടിയുമായി ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ അവർക്ക് പരാതി കൊടുത്ത് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഒറ്റ കാരണം കൊണ്ടാണ്, അങ്ങനെ പരാതി കൊടുത്ത് നിയമ സംവിധാനത്തിന് മുമ്പിൽ വന്നാൽ അവർ വേട്ടയാടപ്പെടും. സൈബർ വെട്ടുകിളി കൂട്ടങ്ങൾ അവരുടെ സ്വൈര ജീവിതത്തെ താറുമാറാക്കും. അവർ സ്വഭാവഹത്യയ്ക്ക് വിധേയമാകും, വ്യക്തിഹത്യയ്ക്ക് വിധേയമാകും. തുടർന്നുള്ള ജീവിതം അവർക്ക് അസാധ്യമാകുമെന്ന ബോധ്യത്തിൽ അവർ പരാതി കൊടുക്കുന്നില്ല എന്ന നിലപാടിലായിരുന്നു. പിന്നെ എന്തിനാണ് അവർ ഇപ്പോൾ KPCCക്ക് കത്തയച്ചിരിക്കുന്നത്? എന്തിനാണ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കത്തയച്ചിരിക്കുന്നത്? അത് ഇന്നലെ KPCC മുമ്പാകെ, പാർട്ടി മുമ്പാകെ പരാതി ഒന്നും വന്നിട്ടില്ല എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞതുകൊണ്ടാണ്. അത് ആ പരാതിയിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് അവരുടെ ഇന്റൻഷൻ, ഈ പരാതിക്കാരുടെ ഇന്റൻഷൻ എന്താണ്, അവർ അത് വ്യക്തമാക്കുന്നുണ്ട്. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈസ് എ സെക്ഷൽ പ്രിഡേറ്റർ who systematically misuses his political power to groom, deceive and exploit young women. His conduct is a grave violation of public trust and incompatible with the responsibilities of an elected representative. I therefore request the Congress leadership to prevent him from holding any role involving public engagement, especially with women and children. സ്ത്രീകളോടും പെൺകുട്ടികളോടും കുഞ്ഞുങ്ങളോടുമൊക്കെ ഇടപഴകുന്ന ഒരു പൊതു പദവിയിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇരുത്തരുത്. ആ കാര്യം കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കണം. കോൺഗ്രസ് പാർട്ടി അങ്ങനെ ചെയ്യണം. ഇനി മറ്റൊരു യുവതിക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയോടാണ് ഈ യുവതി ആവശ്യപ്പെടുന്നത് ഈ കാര്യങ്ങൾ. ഞാൻ ഇത് അനുഭവിച്ചു, ഇതാണ് എൻ്റെ അനുഭവം, ഇത് മറ്റൊരാൾക്ക് ഉണ്ടാകരുത്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരു പദവിയിലും ആ ചെറുപ്പക്കാരനെ ഇരുത്തരുതെന്ന് കോൺഗ്രസിനോടാണ് ഈ പെൺകുട്ടി പറയുന്നത്. നോക്കൂ അഭിലാഷേ, ഇവിടെ ഈ വിഷയത്തിൽ എന്തായാലും എതിർ കക്ഷികളെ കോൺഗ്രസിനെ വിമർശിക്കാനേ വേദി ഉപയോഗിക്കുള്ളൂ. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ നമ്മൾ ഒരുപാട് കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്, നിലപാടുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ വ്യക്തിപരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിലേക്കൊന്നും കടക്കാറില്ല ചർച്ചയിൽ, അതുകൊണ്ട് ഇപ്പോഴും കടക്കുന്നില്ല. ഇവിടെ ചില നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിലപാടുകളും വരുന്നുണ്ട്. എന്താണ് CPM മുൻകാലങ്ങളിൽ എടുത്ത നിലപാട് എന്താണ്, ഇപ്പോൾ എടുക്കുന്ന നിലപാട് എന്താണ്, കോൺഗ്രസ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എന്താണ്. ഇത് ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. ഇന്നിപ്പോൾ ഒരു പരാതി, ഒരു യുവതിയുടെ പരാതി ഇമെയിലിൽ വന്നു. കോൺഗ്രസ് നേതൃത്വം അത് ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസിന് അയച്ചു കൊടുത്തു. ഇതുപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരാതി അന്ന് കേന്ദ്ര CPMൻ്റെ നേതാവായ ബൃന്ദ കാരാട്ടിന് പാലക്കാട് നിന്ന് ലഭിച്ചു. അതിനുശേഷം സീതാറാം യെച്ചൂരിക്ക് ഒരു പരാതി ലഭിച്ചു. സീതാറാം യെച്ചൂരി ആ പരാതി സംസ്ഥാന കമ്മിറ്റി ഘടകത്തിലേക്ക് അയച്ചു കൊടുത്തു. അന്നത്തെ സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനോട് പത്രലേഖകർ ചോദിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ആ പരാതി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അത് പോലീസിലേക്ക് കൈമാറുമോ? അപ്പോൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് പോലീസിന് നേരിട്ട് കൊടുത്താൽ പോരെ, എന്തിനാണ് പാർട്ടിക്ക് തരുന്നതെന്ന്. എന്നിട്ട് അദ്ദേഹം എന്തെന്ന് വെച്ചാൽ ആ കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട് പാർട്ടി കമ്മിറ്റി ഏൽപ്പിച്ചു. അതിനുശേഷം ഇത് പാലക്കാടുള്ള ഒരു മുൻ പാലക്കാടുള്ള CPM നേതാവായ മുൻ MLAയും ഇപ്പോഴും പദവികൾ വഹിക്കുന്ന ഒരാളെക്കുറിച്ചാണ്. ഞാൻ പേര് പറയാൻ എനിക്ക് ഞാൻ പേര് പറയാറുമില്ല, ഇഷ്ടപ്പെടുന്നുമില്ല. അപ്പോൾ ഇതിന് ശേഷം എന്തുകൊണ്ടാണ് സീതാറാം യെച്ചൂരി ആ പരാതി പാർട്ടിക്ക് അയച്ചു കൊടുത്തത്? എന്തുകൊണ്ടാണ് പാർട്ടി അന്നത് പോലീസിനെ അറിയിക്കാതെ പാർട്ടി തന്നെ തീരുമാനമെടുത്തത്? അതിലാണ് പിന്നെ 2 അംഗ കമ്മീഷൻ AK ബാലനെയും അതുപോലെ ശ്രീമതി ടീച്ചറെയും അംഗങ്ങളായിട്ട് വെച്ചുകൊണ്ട് ഒരു തീർപ്പുണ്ടാക്കിയത്. അന്ന് AK ബാലനോട് പത്രലേഖകർ ചോദിച്ചു, ഒരു പരാതി ഉണ്ടല്ലോ, അപ്പോൾ ബാലൻ്റെ എടുത്തുള്ള ചോദ്യം, ആ പരാതി എവിടെ, നിങ്ങളുടെ ഉണ്ടോ എന്നാണ് ചോദിച്ചത്.
അപ്പോൾ അങ്ങനത്തെ ഒരു സംഘടന അങ്ങനെയും ഈ നാട്ടിൽ പെരുമാറിയിട്ടുള്ള CPM-ൻ്റെ നേതാക്കളെ ഇന്ന് വന്നിട്ട് വൈകാരികതയിൽ കോൺഗ്രസ് ഇതിലേക്ക് ചേർത്ത് വെച്ച് കുറ്റം പറയുമ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, പഴയ ഇത് ഇപ്പോഴും കിട്ടും കേട്ടോ. ഞാനീ പറഞ്ഞൊന്നും കള്ളവല്ല, അഭിലാഷിൻ്റെ മാതൃഭൂമി തന്നെ കിട്ടും ഈ കാര്യം. ഒന്ന് എടുത്തു നോക്കിയാൽ മതി, വലിയ സമയമൊന്നും വേണ്ട. അപ്പോൾ ഞാനത് പറയാൻ കാരണം കാലാകാലങ്ങളിൽ CPM എടുത്ത നിലപാടുകളും ഇവിടെ ചർച്ചയാവട്ടെ, നല്ല കാര്യമാണത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നടപടി എടുത്തു. അപ്പോൾ ആ നടപടി എടുത്തത് അത് വിശ്വസിക്കുന്നില്ല കോൺഗ്രസിൻ്റെ വിരുദ്ധര്, വിശ്വസിക്കേണ്ട. കോൺഗ്രസും ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട്. കോൺഗ്രസ് എടുത്ത നടപടി CPM-നെ ബോധ്യപ്പെടുത്താനല്ല, അല്ലെ പത്രമാധ്യമങ്ങളെ ബോധ്യപ്പെടുത്താനല്ല. രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിലും ബോധ്യപ്പെടേണ്ടേ? രാഹുൽ മാങ്കൂട്ടം സാധാരണ സസ്പെൻഷനിലായ ഒരു നേതാവ് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പിനെ നയിക്കാറുണ്ട്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് രാഹുൽ മാങ്കൂട്ടമായിരുന്നു. നമുക്കറിയാം കോൺഗ്രസ് സംവിധാനങ്ങളെ അവിടെ ചലിപ്പിച്ചത് രാഹുലായിരുന്നു. ഇവിടെയുള്ള ഒരു പ്രശ്നം ശ്രീകുമാർ, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു കുറേയധികം പരാതികൾ, മുൻകാല അനുഭവങ്ങൾ, പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. PT ചാക്കോയുടെ പീച്ചി യാത്ര മുതൽ ഇങ്ങോട്ട് മന്ത്രിമാർക്ക് രാജിവെക്കേണ്ടി വന്ന വിവാദങ്ങൾ, അപവാദങ്ങൾ, മറ്റ് പല കാര്യങ്ങൾ രണ്ട് പക്ഷത്തിനുമെതിരെ, രണ്ട് പക്ഷത്തെ നേതാക്കൾക്കോ MLA-മാർക്കോ മന്ത്രിമാർക്കോ ഒക്കെ എതിരെ വന്നിട്ടുണ്ട്, രാജികൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതിനും അപ്പുറത്താണ്. ഇതൊരു കേവല ലൈംഗിക വിവാദമോ ഒരാൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിംഗിൾ റേപ്പ് ഇൻസിഡൻറ്റോ അല്ല. അതിനപ്പുറത്ത് പ്രിഡേറ്ററി ബിഹേവിയർ ഉള്ള ഒരു സീരിയൽ സെക്സ് ഒഫൻഡർ എന്ന് വിളിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു പൊതുപ്രവർത്തകൻ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനെ നമുക്കൊരു സാധാരണ ലൈംഗിക അപവാദങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുൻ അനുഭവങ്ങൾ പറഞ്ഞ് അതിനെ തുലനം ചെയ്യാനോ സമീകരിക്കാനോ പറ്റില്ലല്ലോ. നോക്കൂ അഭിലാഷേ, താങ്കൾ ഇത് ഒരു ഭാഗമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്താണ്, നമ്മുടെ നാട്ടിലെ അശ്ലീലം ഒരു ആയുധമാക്കി ചില പാർട്ടികളുണ്ട്. അശ്ലീലം ആയുധമാക്കിയിട്ട് എത്ര കഥകളുണ്ട്, ഞാൻ പറയുന്നില്ല. അശ്ലീലം ഒരു ആയുധമാക്കുന്ന പാർട്ടിയല്ലേ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, നിങ്ങൾക്ക് സംശയമുണ്ടോ? ആ പാർട്ടി ഉമ്മൻചാണ്ടിക്ക് എടുത്ത നിലപാടും ആ പാർട്ടി കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് എടുത്ത നിലപാടും നമ്മുടെ മുമ്പിലുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒരു പാർട്ടി പറയാണ് ഇങ്ങനത്തെ വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നാൽ അത് കൈകാര്യം ചെയ്യാനുള്ള രീതി ഞങ്ങൾക്കുണ്ടെന്നല്ല CPM പറഞ്ഞിരുന്നത്. ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഈ വിഷയം, ആ വിഷയങ്ങളെ ന്യായീകരിക്കാൻ ശ്രീകുമാർ ഒരിക്കലും തയ്യാറാവില്ല. പക്ഷേ സംസാരിക്കുന്നത് കോൺഗ്രസിലാണ് ഈ പ്രശ്നം. ഇന്നലെ KPCC പ്രസിഡന്റ് നിഷേധിച്ചതിന് ശേഷം വന്ന ഈ പരാതി പോലീസിന് കൈമാറി മാത്രം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതിലെനിക്ക് വിയോജിപ്പുണ്ട്. ഒന്ന്, കോൺഗ്രസിന് മുമ്പിൽ എത്ര പരാതികൾ വന്നു? ധാരാളം പരാതികൾ. രമേശ് ചെന്നിത്തല പറഞ്ഞത് ധാരാളം പരാതികൾ എന്നാണ്. നമ്പർ എന്ന് പറഞ്ഞാൽ ധാരാളമാണ്. അപ്പോൾ കോൺഗ്രസിന് മുൻപിൽ ധാരാളം പരാതികൾ വന്നിട്ട് അത് പോലീസിന് കൈമാറിയിട്ടില്ല, അത് നിയമ സംവിധാനത്തിന് കൈമാറിയിട്ടില്ല. കോൺഗ്രസ്സായി ആ പരാതികളിൽ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. പിന്നീട് പുറത്ത് വിവാദം വന്നപ്പോഴാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മറ്റുമൊക്കെ ചെറുപ്പക്കാരനെ മാറ്റുന്നതൊക്കെ. കോൺഗ്രസ് പാർട്ടിക്ക് മുമ്പിൽ വന്ന, രമേശ് ചെന്നിത്തലയെ കോട്ട് ചെയ്താൽ ധാരാളമായി വന്ന പരാതികളുടെ മുകളിൽ കോൺഗ്രസ് അടയിരുന്നില്ലായിരുന്നുവെങ്കിൽ, ആർജവത്തോടുകൂടി അന്ന് നിലപാടെടുത്തിരുന്നുവെങ്കിൽ, അന്ന് തന്നെ ഈ കാര്യത്തിൽ ഈ ചെറുപ്പക്കാരനെ തിരുത്തിയിരുന്നുവെങ്കിൽ കോൺഗ്രസ് പറയുന്നത് ഇന്ന് സമൂഹത്തിന് ബോധ്യമാകുമായിരുന്നു. ഇന്നിപ്പോൾ എല്ലാം കഴിഞ്ഞ് എല്ലാം നാട്ടുകാരറിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ എങ്ങനെ എടുക്കണം? നോക്കൂ, KPCCക്ക് പരാതികൾ വന്നാൽ ഒരുപാട് പരാതികൾ വരും. ഇല്ലെന്നാരെങ്കിലും പറഞ്ഞോ? ആർക്ക് പരാതി അയക്കാമല്ലോ. KPCCക്ക് തോന്നിയ ഒരു പരാതി അത് കൃത്യമാണെന്ന് തോന്നി, അത് ബോധ്യപ്പെട്ടു, നടപടിയെടുത്തു. ആ നടപടിയെങ്കിലും അംഗീകരിക്കുക. ഇത് ആ നടപടി അംഗീകരിക്കില്ല. എന്താ പറയണേ? ഇവിടെ CPM-ൻ്റെ വക്താവ് അരുൺകുമാർ എന്താ പറയുന്നത്? ഭരണഘടനാ പ്രകാരം നോക്കിയില്ല, അത് ഒരു മാസം കഴിഞ്ഞ് തിരിച്ചെടുക്കുന്നൊക്കെയല്ല പറഞ്ഞ പണ്ട്. ഇവരിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. ഇന്നലെ ഒരു ചർച്ചയിൽ ഒരു CPM നേതാവ് പറയാണ്, KPCC പ്രസിഡന്റ് ഇന്നേ വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടില്ല, ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. KPCC പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യമാണ് കേട്ടോ. അന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇവിടെ ഇരിക്കുന്ന അരുൺകുമാർ പറഞ്ഞെന്താ അറിയാമോ? പത്രസമ്മേളനമല്ല വേണ്ടത്, പ്രസ്താവന എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. കാരണം പ്രസ്താവന എഴുതി കൊടുത്താൽ, എന്താണ് പ്രസ്താവന എഴുതി കൊടുക്കാത്തതെന്ന് വെച്ചാൽ, ആ പ്രസ്താവന കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ പോയിട്ട് ഭരണഘടനാ പ്രകാരമല്ല തന്നെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ നോക്കും എന്ന് പറഞ്ഞാലാണ് CPM പ്രതിനിധി. ഇതേ CPM-ന്റെ വക്താവ് ഇന്നലെ വേറൊരു ചാനലിൽ എൻ്റെ ഒപ്പം ഇരുന്ന് പറഞ്ഞത് പത്രസമ്മേളനം പോലും നടത്തിയില്ല എന്നുള്ള ഒരു പത്രസമ്മേളനത്തിൽ സസ്പെൻഡ് ചെയ്തു എന്ന് അറിയിച്ചിരുന്നു. അരുൺകുമാർ, ഇപ്പോ ശ്രീകുമാർ മാത്രമല്ല, നേരത്തെ VD സതീശൻ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് ഇതിനേക്കാൾ മാതൃകാപരമായ ഒരു നടപടി എടുക്കാനില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഒരു പരാതി കിട്ടി, ആ പരാതി ഞങ്ങൾ മാതൃകാപരമായി പോലീസിന് കൈമാറി. CPM പരാതി കിട്ടിയാൽ അങ്ങനെ അല്ല ചെയ്യാറ്, അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ പരാതി കിട്ടിയപ്പോൾ പോലീസിന് കൈമാറി. ഇതിനപ്പുറം എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. അല്ല, അതിൽ അങ്ങ് തന്നെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചല്ലോ. അപ്പോൾ ശ്രീകുമാർ അതിൽ നിന്ന് തെന്നി മാറി.
എന്നാണ് KPCCക്ക് ഈ പരാതികൾ കിട്ടിത്തുടങ്ങിയത്? എത്ര പരാതി കിട്ടി? എത്ര പരാതിയിൽ KPCC അന്വേഷണം ആരംഭിച്ചു? എത്ര പരാതി പോലീസിന് കൈമാറി എന്ന ചോദ്യമാണ് ഇന്ന് പൊതുസമൂഹത്തിലുള്ളത്. ഇന്ന് 3 മണിക്കാണ് ഈ പെൺകുട്ടിയുടെ പരാതി ഇന്ന് വലിയ വാർത്തയായി മാധ്യമങ്ങളിൽ വന്നു. ഏതായാലും 3 മണിക്ക് ശേഷമാണല്ലോ ഇപ്പോൾ ഈ പരാതി പോലീസിന് കൈമാറി, DGPക്ക് കൈമാറി എന്ന് കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നല്ലോ. ഇതിനു മുമ്പ് എത്രയോ പരാതികൾ കിട്ടി. അവിടെയാണ് ചോദ്യം. ധാരാളം പരാതി കിട്ടി എന്ന് പറഞ്ഞത് മറ്റു മാധ്യമങ്ങളല്ലല്ലോ, ശ്രീ രമേശ് ചെന്നിത്തല തന്നെയല്ലേ പറഞ്ഞത്? ശ്രീ VD സതീശൻ എന്താ പറഞ്ഞത്? ഇവിടെ നടപടിയെടുക്കാൻ കൃത്യമായി ആധികാരികമായിട്ടുള്ള നിരവധി പരാതികൾ ഉണ്ട്, ഞങ്ങളുടെ മുന്നിൽ ഉണ്ട് എന്ന് അദ്ദേഹം വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് UDFന്റെ കൺവീനർ എന്താ പറഞ്ഞത്? ഇത് ഇലക്ഷൻ സമയത്തുള്ള കെണിയാണെന്നാ പറഞ്ഞത്. ഇലക്ഷൻ സമയത്തുള്ള കെണിയാണ് ചില പരാതികൾ എന്നാണ് പറഞ്ഞത്. ശ്രീ K സുധാകരൻ എന്താ പറഞ്ഞത്? നല്ല പയ്യനാണ്, ഇത്രയും നല്ല വെടുപ്പുള്ള പയ്യൻ വേറെ ഇല്ല, പൊന്നാങ്കട്ടിയാണ്, ഈ 24 കാരറ്റാണ്, അതേപോലെ തന്നെ എല്ലാ പരാതിയും ഞാൻ പരിശോധിച്ചു, അതിലൊന്നും കഴമ്പില്ല, രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ചെറുപ്പക്കാരനല്ല എന്ന് പറഞ്ഞത് ഇതേ K സുധാകരനല്ലേ? അതായത് എല്ലാ തരത്തിൽ അംഗീകാരവും ആശീർവാദവും പ്രോത്സാഹനവും കൊടുക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറി. എന്നിട്ട് പറയാ ഞങ്ങൾ പോലീസിലേക്ക് കൈമാറി. എല്ലാം കഴിഞ്ഞപ്പോ ഇത്രയും ഗൗരവമായിട്ടുള്ള പരാതി ഞാനും വായിച്ചു, അങ്ങും വായിച്ചില്ലേ ഒരു വാചകം? സ്ത്രീകളും കുട്ടികളും ഉള്ളിടത്തേക്ക് ഇയാളെ വിടരുത്. ഏത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളെയാണ് വിടരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്ര ഗൗരവമായ ഹൃദയം തകർക്കുന്ന തരത്തിലുള്ള പരാതി വന്നിരിക്കുന്നു. ഇത് മാത്രമല്ലല്ലോ, കൊലപാതകം ഇതിലുണ്ടല്ലോ. ഭ്രൂണഹത്യ എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ട് നിർബന്ധ അബോർഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈവായി വീഡിയോ ക്യാമറയിലൂടെ തന്നെ മരുന്ന് കഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. നമ്മളെല്ലാം യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ളവരുണ്ട് ചർച്ചയിലൊക്കെ. എന്താ, നമ്മൾ കൂടെയുള്ള പ്രവർത്തകർക്കും വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. മതിൽ വെള്ളയടിക്കാൻ, മതിൽ എഴുതാൻ, പോസ്റ്റർ എഴുതാൻ, അതുപോലെ ക്യാമ്പയിൻ നടത്താൻ, പ്രസംഗിക്കാൻ എന്ന രൂപത്തിൽ കൂടെയുള്ള സഖാക്കൾക്ക് കൃത്യമായിട്ടുള്ള സംഘടനാ ചുമതല കൊടുക്കും. ഇവിടെ എന്താ ഈ രാഹുൽ മാങ്കൂട്ടൽ ചുമതല കൊടുക്കുന്നത്? ചിലർക്കും ചില മരുന്നുകൾ വായിക്കാൻ, അതുപോലെ ചില അബോർഷൻ നടത്തിക്കാൻ, അതുപോലെ ചില ആളുകൾ റിസോർട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ, ചില ആളുകൾ കാവൽ നിൽക്കാൻ, മറ്റു തരത്തിൽ ഭീഷണിപ്പെടുത്താൻ, അത്തരത്തിൽ ചുമതലകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന തരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് അതമ്പതിച്ചിട്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നിരീക്ഷകൻ വന്ന് ഈ ചർച്ചയിലും CPMനെ ആക്രമിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഇത്തരത്തിൽ ഏതെങ്കിലും പരാതി CPMൽ ഉയർന്നു വന്നപ്പോഴെല്ലാം ഏറ്റവും മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. വർഷങ്ങൾ പുറത്തു നിന്നതിന് ശേഷം ചിലപ്പോൾ അവർ തിരിച്ചു വന്നിട്ടുണ്ടാകാം. പക്ഷേ ഒരു പരാതി കിട്ടുമ്പോൾ നിങ്ങൾ ഏതു പേര് മുന്നോട്ട് വച്ചാലും അവർക്കെതിരെയെല്ലാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് അടക്കമുള്ള ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഒരു സംഘടനയിൽ ഒരു നടപടി എന്ന് പറഞ്ഞാൽ അത് ആജീവനാന്ത നടപടിയല്ല, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, തിരുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തെറ്റ് തിരുത്തി വന്നപ്പോൾ പല രൂപത്തിൽ അവർ സംഘടനയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാകാം, പല ഘടകങ്ങളിൽ തിരിച്ചു വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് കോൺഗ്രസിന് കിട്ടുന്ന പരാതി കൈകാര്യം ചെയ്യുന്ന രീതിയല്ല CPMന് കിട്ടുന്ന പരാതി കൈകാര്യം ചെയ്യുന്നത്. KC വേണുഗോപാലിന്റെ ഭാര്യ തന്നെയല്ലേ പറഞ്ഞു? ഒറ്റ മിനിറ്റ്, എന്താ പറഞ്ഞേ? കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിലെ സ്ത്രീകളും അതുപോലെ അമ്മമാരും സഹോദരിമാരും എല്ലാം ഭയത്തിലാണ്. 3 മണിക്കൂറിനുള്ളിൽ ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നില്ലേ അവർക്ക്? അതുപോലെ ഉമാ തോമസും അതുപോലെ ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും അടക്കം കോൺഗ്രസിന്റെ തലമുതിർന്ന വനിതാ നേതാക്കന്മാർക്കെല്ലാം ഭയപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അവരുടെ പോസ്റ്റ് പിൻവലിച്ചു പോകേണ്ടി വന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടില്ലേ? എന്താണ് അതിന് കാരണം? അതിനുണ്ടായിട്ടുള്ള കാരണമെല്ലാം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലെ വെട്ടുകിളികളെ വെച്ചുള്ള ആക്രമണ പരമ്പര തന്നെയാണ്. ആ പരമ്പരയും തുടരുന്നു എന്നതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുക്കാൻ ഭയപ്പെട്ടതെന്ന് ഈ പെൺകുട്ടി ഈ പരാതിയിൽ തന്നെ പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. ഏറ്റവും ഗൗരവമുള്ള സാഹചര്യം ഈ പരാതിയുടെ ഉള്ളടക്കമായിട്ട് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് ഞങ്ങളെ ആക്രമിച്ചിട്ട് കാര്യമില്ല. ഇതുവരെ കിട്ടിയ ധാരാളം പരാതികൾ എന്തുകൊണ്ട് പോലീസിന് കൈമാറിയില്ല? അതിന് N ശ്രീകുമാർ ഡയറക്റ്റ് ആയിട്ട് ഒരു മറുപടി അങ്ങ് പറഞ്ഞാട്ടെ, നമുക്ക് പിന്നെ ചർച്ച തുടരാം. ശരി, അദ്ദേഹത്തിലേക്ക് ഞാൻ വരാം. അഡ്വക്കേറ്റ് ആശ, നമുക്കറിയാം കോൺഗ്രസിലെ വനിതാ നേതാക്കളടക്കമുള്ളവർ ഈ വിവാദം തുടങ്ങിയ കാലത്ത് ശക്തമായ നിലപാടെടുത്തിരുന്നു. ഷാനിമോൾ ഉസ്മാനും ഉമാ തോമസും അടക്കമുള്ളവർ ശക്തമായ നിലപാടെടുത്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുരംഗത്ത് നിന്ന് നിഷ്ക്രമിക്കണം, പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന് തന്നെ നിലപാടെടുത്ത കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആ നിലപാടിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് അതിൽ നിന്ന് ബാക്കൗട്ട് ചെയ്യേണ്ടി വന്നു. കടൽ ഇളകി വരുന്നത് പോലെ സൈബർ ക്യാമ്പയിൻ വന്നു. ഈ പൊതുരംഗത്ത് നിന്ന് നിഷ്ക്രമിക്കണമെന്ന് ഒരു നിലപാടെടുക്കുന്നത് ഒരുപാട് പരാതികളുണ്ടെന്നും ആ പരാതികളിൽ മെറിറ്റ് ഉണ്ടെന്നുമുള്ള ബോധ്യത്തിൽ, നേരിട്ടുള്ള ബോധ്യത്തിലാണല്ലോ. അങ്ങനെ നേരിട്ടുള്ള ബോധ്യമുള്ള നേതാക്കൾക്ക് പോലും രാഹുലിൻ്റെ റീ എൻട്രിയെ തടയാനോ അയാൾ പാലക്കാട് സജീവമാകുന്നത് വിലക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളതും, ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇതാണ് ഞാൻ നേരിട്ടത്, ദയവ് ഇത് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പൊതുരംഗത്ത് നിന്ന് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടേണ്ടി വരുന്നതും എന്തുകൊണ്ടായിരിക്കും? ഇവിടെ ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞാല്
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഉമാ തോമസ് പറയുന്നത്, എനിക്ക് 2 പേരക്കുട്ടികൾ പെൺകുട്ടികളാണ്, അവരെ KSUവിലൂടെ വളർത്തിക്കൊണ്ടുവരാമെന്നാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ ഞാൻ ഭയപ്പെടുന്നു ഇങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ, അതുകൊണ്ട് അങ്ങനത്തെ ആളുകളെ മാറ്റി നിർത്തണം എന്ന് അവർ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കാണ്. നമുക്ക് ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. നമ്മള് ട്രെയിനിൽ പോണ സമയത്ത് സൗമ്യ സംഭവത്തിന് ശേഷം എല്ലാവരും ഭയപ്പെട്ടു. എല്ലാവരും അവനവന്റെ മക്കളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുകയും എടുത്തുവരികയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്. ഈ ഒരു ഭയം എല്ലാവരിലും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം പ്രഡേറ്റേഴ്സിനെ നിർബന്ധമായും പ്രസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റണമെന്നും നിയമസഭയിൽ നിന്ന് മാറ്റണമെന്നും അത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പ്ലേസുകളിൽ അവർ ഇരിക്കാൻ പാടില്ല എന്നും അവരെ കയ്യാമം വെച്ച് ജയിലിൽ അടയ്ക്കണമെന്നും നമ്മൾ ആവശ്യപ്പെടുന്നു. നിയമം കൃത്യമായി തന്നെ അത് നടപ്പിലാക്കുക തന്നെ വേണം. അപ്പൊ ഇവിടെ സംസാരിക്കുന്ന പൊതുപ്രവർത്തകര് അവനവന്റെ എന്താ പറയാ, എനിക്ക് മനസ്സിലാവണില്ല ശ്രീകുമാർ ചേട്ടനൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. നോക്കൂ, നിങ്ങളുടെ പ്രസ്ഥാനത്തില് ഒരാള് പുഴുക്കുത്താണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്യാൻസർ വന്ന ഭാഗം മുറിച്ചു കളയുക തന്നെ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തെ മുഴുവനായി ബാധിക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ ആ പുഴുക്കുത്തിനെ എടുത്ത് കളയുക, അവിടെ നിങ്ങൾ വൃത്തിയാക്കുക. കാരണം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുമുള്ള ഒരുപാട് ആളുകൾ ചേർന്ന് ആണ് ഈ സ്ത്രീകളെ കുരുക്കിലാക്കിയതും ആ സ്ത്രീകൾ പരാതി കൊടുക്കുന്ന സമയത്ത് ആ സ്ത്രീകളുടെ ഒപ്പം നിൽക്കുന്ന അതിജീവിതമാരൊപ്പം നിൽക്കുന്ന ആളുകളെ ആക്രമിക്കുന്നതും എല്ലാം തന്നെ. അപ്പൊ അത് പടരുകയാണ്. അതിങ്ങനെ പടരാൻ നിങ്ങൾ അനുവദിക്കല്ലേ. നിങ്ങൾ ആ ആളെ പിടിച്ച് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇനിയും തിരിച്ചു വരും. അയാൾ തിരിച്ചു വരുന്ന സമയത്ത് ഇനിയും അയാൾ അധികാരത്തിൽ ഉണ്ടാകും. അങ്ങനെ അധികാരത്തിൽ ഇനിയും ഉണ്ടാകുമ്പോൾ ഇനിയും അയാളുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് കുറെ ലാഭങ്ങൾ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും വരും. അതല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നേതാക്കന്മാരുടെ രഹസ്യങ്ങൾ അറിയുന്ന ഒരു വലിയ സംഘം അതിനകത്തുണ്ട്. അതുകൊണ്ടായിരിക്കും നേതാക്കന്മാർ ഭയപ്പെടുന്നുണ്ടാകുക. അതല്ലെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസിലെ മറ്റു രീതിയിലുള്ള തലതൊട്ടപ്പന്മാരോ അല്ലെങ്കിൽ ലെഗാസിയോ ഒക്കെ ഇല്ലാത്ത ഒരു മനുഷ്യൻ കൃത്യമായി തന്നെ ഇത്രയും വലിയ ക്രൈമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് ആ ചെയ്യാനുള്ള ധൈര്യം, 2 അതിലേക്ക് കുറെ ആളുകളെ ഒരു പ്രഡേറ്ററായിട്ട് നിൽക്കുമ്പോൾ അയാളുടെ ചുറ്റും വരുന്ന ഒരു വലിയ സംഘം, ഒരു ഗുണ്ടാതലവനും അതിന് ചുറ്റുമുള്ള സംഘങ്ങൾ എന്ന പോലെ ഇവര് ഒരു വല വിരിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവര് പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് പെൺകുട്ടികളെ എടുത്ത് കാണിച്ചു കൊടുത്ത് ഈ MLAക്ക് അഡ്മിനിസ്ട്രേറ്റർ കണ്ടെത്തി കൊണ്ടേ കൊടുക്കുകയും അങ്ങനെ MLA ഇതിന്റെ പുറകെ പോവുകയും ഇവരെ ട്രാപ്പിലാക്കുകയും ഇവര് നോ പറയുന്നത് പോലും കേൾക്കാതെ ഇവരെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും വലിയ ക്രൈമിലേക്ക് സ്വയം എത്തുകയുമാണ് ചെയ്യുന്നത്. അതുകൂടാതെ ഇത് മിണ്ടാതിരിക്കാൻ പോലും അവകാശമില്ലാത്ത രീതിയിൽ ആ സ്ത്രീകളെ ഞാൻ കേസിന് പോകുന്നില്ല എന്ന് വിചാരിച്ച പോലെ അവർക്ക് സ്വസ്ഥതയില്ലല്ലോ. അവരുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന രീതിയിലുള്ള മറ്റു പല കാര്യങ്ങൾ. ഞാൻ കുഞ്ഞിനെ വളർത്തിക്കോളാം, പറ്റില്ല, കുഞ്ഞിനെ കൊല്ലണം. ആ സമയത്ത് ഞാൻ തന്നെ മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തണം. അവർക്ക് അത്രമേൽ ബ്ലീഡിങ് ഉണ്ടാവാണ്. അതൊന്നും ഇവര് ശ്രദ്ധിക്കുന്നില്ല. അതൊരു വിഷയമേ അല്ല. അപ്പോൾ ഇത്തരം ആളുകൾ എത്രത്തോളം ഭയം ഉണ്ടാക്കുന്നുണ്ട്. ഒരു MLAയുടെ അടുത്തേക്ക് ഒരു സ്ത്രീക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രത്തോളം ഭയാനകമായിട്ടുള്ള സിറ്റുവേഷനാണ് അവരുണ്ടാക്കുന്നത്. ഇനി നാളെ ഞാനൊരു MLA ആണ് എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട അവിടെ കയറി യാതൊന്നും പറയാൻ പറ്റില്ല. ഈ വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ ഈ വെർച്വൽ മീഡിയ അല്ലെങ്കിൽ വെർച്വൽ സ്പേസ്, നമ്മുടെ ഇന്റർനെറ്റ്, നമ്മളെല്ലാവരും ഡിജിറ്റൽ ആവണം. പക്ഷെ ഇന്റർനെറ്റിലൂടെ നമുക്ക് ഇനി മേലാൽ ഇവർക്ക് പരാതി കൊടുക്കാനോ ഇവരെ കാണാൻ പോകാനോ ഇവരെ അപ്പോയിന്റ്മെന്റ് എടുക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയാണ്. ഇത്ര മലീനമസമാക്കി മാറ്റുകയാണ് നമ്മളുടെ ഓരോ പുതിയ ടെക്നോളജി നൽകുന്ന ഓരോ പുതിയ സാവകാശങ്ങളും പുതിയ സൗകര്യങ്ങളൊക്കെ തന്നെ. അതും ന്യൂജൻ MLAമാർ, ചെറുപ്പക്കാർ, രാഹുൽ ഗാന്ധി കോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള കുറെ ചെറുപ്പക്കാർ. ഈ ചെറുപ്പക്കാർ കൂട്ടുപിടിക്കുന്ന ആളുകൾ ഇലക്ഷന് അവർക്കുള്ള ടിക്കറ്റ് കിട്ടിയിരിക്കുന്നു. അപ്പൊ ഇത് ഭയങ്കര അപകടകരമായിട്ടുള്ള സാഹചര്യമാണ്. ഇവിടെ നമ്മൾ കണക്കാക്കേണ്ടത് ഇവര് ക്രിമിനൽസ് ആണ്, ഇവര് പ്രഡേറ്റർ ആണ്. ഇവർ ഒരിക്കലും സമൂഹത്തിൽ ഇങ്ങനെ വിരാജിക്കാൻ പാടില്ല. ഇവർക്ക് ഇപ്പോഴും നിയമം ആനുകൂല്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ വിങ് കൃത്യമായി തന്നെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അയാളെ പിടിക്കാൻ സാധിക്കുന്നില്ല. മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ അയാള് ഒളിവിൽ പോകാൻ അവസരം കിട്ടുന്നത്. മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയോ, നമുക്ക് ആ ഒരു ഇതിലേക്ക് കടക്കാം. ശ്രീ ജയചന്ദ്രൻ, നോക്കൂ, കേരളത്തിലെ ഒരു MLA ആണ്. MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. 6 ദിവസമായി ഒളിവിലാണ്. ഒരു ഒളിത്താവളത്തിൽ നിന്ന് മറ്റൊരു ഒളിത്താവളത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് പുറകെയുണ്ട്. ഇപ്പോൾ ഇന്നലെ വരെ കർണാടക തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു റിസോർട്ടിലായിരുന്നു. അവിടെ പോലീസ് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് കടക്കുന്നു. ഒരാൾ ഓടിപ്പോകുന്നു. ഒരു കാർ ഉപേക്ഷിച്ച് മറ്റൊരു കാറിലേക്ക്, വീണ്ടും വേറൊരു കാറിലേക്ക്. നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിനേക്കാളും അമ്പരപ്പിക്കുന്ന ചേസ് നടക്കുകയാണ്, ഒളിച്ചോട്ടം നടക്കുകയാണ്. ആരാണ്? ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്, കേരളത്തിലെ ജനപ്രതിനിധിയാണ്. നാണക്കേട് കൊണ്ട് കേരളീയർക്ക് തല കുനിഞ്ഞു പോകുന്ന സാഹചര്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അഭിലാഷേ, ഞാൻ പൂർണ്ണമായും നിങ്ങളോട് യോജിക്കുന്നു. നോക്കൂ, അദ്ദേഹം ഒരു വ്യക്തിയല്ല ഇന്ന്.
എൻ്റെ സുഹൃത്ത്, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ശ്രീകുമാർ സാറ് അങ്ങനെ പറയാൻ നിർബന്ധിതനായതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞത് ഗത്യന്തരമുള്ളൂ എന്ന് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം ഇന്ന് കോൺഗ്രസിലെയും വലിയൊരു വിഭാഗം നേതാക്കന്മാരുടെയും അണികളുടെയും പിന്തുണയോടെ തന്നെയാണ് അദ്ദേഹം ഇന്നും പ്രവർത്തിക്കുന്നതും നിലനിൽക്കുന്നതും. എന്തുകൊണ്ട് അദ്ദേഹം കർണാടക തിരഞ്ഞെടുത്തു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മാത്രമല്ല, പേരിന് നമ്മൾ പറയും അദ്ദേഹത്തെ പുറത്താക്കിയെന്ന്. ശ്രീകുമാർ സാർ, നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതിനെ വിമർശിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന ചോദ്യത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇല്ല എന്ന് ഞാനും യോജിക്കുന്നു. പക്ഷേ എൻ്റെ ചോദ്യം, താങ്കൾ ഇക്കാര്യത്തിൽ CPM-നെയാണോ മാതൃകയാക്കുന്നത്? നോക്കൂ, നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറയുന്ന ഇതേ MLA നേരത്തെ നിരവധി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഭാര്യമാർ, നേതാക്കന്മാരുടെ മക്കൾ, ഉമാ തോമസ്, ഇന്ന് KK രമ, നമ്മൾ നേരത്തെ പറഞ്ഞ കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, ഇവർക്കൊക്കെയുള്ള അനുഭവങ്ങൾ കോൺഗ്രസ് നേതൃത്വം മാത്രം അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? മാത്രമല്ല, സസ്പെൻഡ് ചെയ്തതിന് ശേഷവും അദ്ദേഹം കോൺഗ്രസിൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്ന് താങ്കൾ അംഗീകരിക്കുമോ? ഇത് കോൺഗ്രസിൻ്റെ ഗതികേട് കൊണ്ടാണോ, കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭയപ്പാട് കൊണ്ട് ആണോ എന്ന് മാത്രമേ ഇന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുള്ളൂ. നോക്കൂ, ഇന്ന് അടൂരിലെ ഒരു കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ആപ്പീസ് പൂട്ടി ഓടേണ്ടി വന്നിരിക്കുന്നു. നോക്കൂ, ഈ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തത് കോൺഗ്രസിൻ്റെ നേതൃത്വമാണോ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കുറ്റപ്പെടുത്തുന്ന ഈ മനോരോഗത്തിന് അടിപ്പെട്ട നിങ്ങളുടെ MLA ആണോ, ഇന്ന് ഓടി ഒളിക്കുന്ന നേതാവാണോ? ഇതേ നീലപ്പെട്ടി വിവാദത്തിലും ഇദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടെ നിൽക്കാനും ഇദ്ദേഹത്തിന് പെൺകുട്ടികളെ ചതിച്ച് കൂട്ടിക്കൊടുക്കാനും കൂടെ നിന്ന അതേ നേതാവിൻ്റെ പ്രവർത്തനങ്ങൾ കോൺഗ്രസിലെ ഉന്നത നേതാക്കന്മാർക്ക് അറിയില്ലെന്ന് ശ്രീകുമാർ സാറെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നടപടിയെടുക്കപ്പെടുകയോ മാറ്റി നിർത്തപ്പെടുകയോ എന്താ പറയുക മാറ്റത്തിന് വിധേയമാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ അകറ്റി നിർത്തപ്പെട്ട ഒരു നേതാവല്ല. പ്രത്യക്ഷവും പരോക്ഷവുമായ വിരലെണ്ണാവുന്ന നേതാക്കന്മാർക്ക് ഒരുപക്ഷെ വ്യക്തിപരമായ അദ്ദേഹത്തോട് വിയോജിപ്പുണ്ടാകാം. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം അദ്ദേഹത്തിനൊപ്പമല്ലേ? ശ്രീകുമാർ സാർ, ഒരു ഇൻഡിവിജ്വലിന് കേരള പോലീസ് പോലെയുള്ളൊരു പോലീസ് സംവിധാനത്തെ വെട്ടിച്ചുകൊണ്ട് ഇത്രയും ദിവസം ഒറ്റയ്ക്ക് ഒരു വ്യക്തിക്ക് ഒളിവിൽ താമസിക്കാൻ കഴിയുമെന്ന് ശ്രീകുമാർ സാർ വിശ്വസിക്കുന്നുവോ? കേരളത്തിലെ പകല പോലീസ് സംവിധാനങ്ങളെയും സൈബർ സംവിധാനങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഓടി ഒളിച്ചിങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? അതിർത്തിയിൽ നിന്ന് കാറുമാറി താൻ എത്തുമ്പോൾ അത് മാറാനുള്ള കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് കേവലം ഒരു വ്യക്തിക്ക് സാധിക്കുമോ? അവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ പരോക്ഷവും പ്രത്യക്ഷവുമായ പിന്തുണയുണ്ട്. എന്തിന് അദ്ദേഹം കർണാടക തന്നെ തെരഞ്ഞെടുത്തു? അവിടെയും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു സമ്പൂർണ്ണമായ സുരക്ഷ ഉണ്ടാകുമെന്ന്, അല്ലേ? കർണാടകയിൽ കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്. DK ശിവകുമാറിന്റെ തണലിലാണോ അറിയില്ല. എന്തായാലും കോൺഗ്രസ് ആണ് കർണാടക ഭരിക്കുന്നത്. കർണാടക ആഭ്യന്തരം കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്. N. ശ്രീകുമാർ, ഇവിടെ ഇപ്പോൾ രാഹുലിനെ ഞങ്ങൾ നടപടിയെടുത്ത് നീക്കി നിർത്തിയതല്ലേ എന്ന ചോദ്യം കോൺഗ്രസ്സുകാർക്ക് ഉന്നയിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഫെനി നൈനാൻ്റെ കാര്യം എടുക്കൂ. ഫെനി നൈനാൻ എല്ലാത്തിലും രാഹുലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അയാൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയതിലെ പ്രതിയാണ്. പാലക്കാട് നീലപ്പെട്ടി വിവാദത്തിലെ ഇൻവോൾവ് ആയിട്ടുള്ള ആളാണ്. രാഹുലിനെതിരെ നടപടിയെടുത്ത സമയത്ത്, വീട്ടിൽ അടച്ചിരുന്ന സമയത്ത്, പത്തനംതിട്ടയിലെ വീട്ടിൽ അടച്ചിരുന്ന സമയത്ത് മുഴുവൻ സമയത്തും കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങിയപ്പോൾ വണ്ടി ഓടിച്ചിരുന്ന ആളാണ്. രാഹുലിൻ്റെ അപരൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആളാണ്. അയാൾ ദാ ഈ പരാതിയിൽ ആരോപിതനായിരിക്കുന്നു. അയാളായിരുന്നു സാരഥി എന്ന് ഈ പെൺകുട്ടി ആ പരാതിയിൽ എഴുതി വെച്ചിരിക്കുന്നു. ആ ഫെനി നൈനാൻ ഇപ്പോൾ അതാ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി അടയാളത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുലിനൊപ്പമുള്ള ആളുകൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ വളർച്ചയല്ലാതെ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ചെയ്തികളുടെ പേരിൽ തളർച്ച ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. രാഹുലാണ് കോൺഗ്രസ് എന്ന് പ്രവർത്തകർ വിശ്വസിക്കുന്ന വിധത്തിൽ ഇപ്പോഴും രാഹുൽ കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എന്തുകൊണ്ട് കർണാടക തെരഞ്ഞെടുത്തു എന്ന ചോദ്യം പോലും പ്രസക്തമാവുന്നത്. നോക്കൂ ശ്രീ അഭിലാഷേ, ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ എന്തെങ്കിലും പരാതി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആരോപണം ഉണ്ടാവുകയാണെങ്കിൽ അതിലെന്താണ് നടപടി എന്നുള്ള ഏത് പാർട്ടികൾക്കും അറിയാം. ഇപ്പോൾ ഒരുപാട് CPM-ൽ മത്സരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ.
ഇവിടെ എൻ്റെ സുഹൃത്ത് ശ്രീമതി ആശ ഉണ്ണിത്താൻ്റെ ചോദ്യം ചോദിച്ചു, ഇങ്ങനെ ന്യായീകരിക്കുന്നതുകൊണ്ട് എന്താ കാര്യമെന്ന്. ഞാൻ ന്യായീകരിച്ചതല്ല. അതായത് ഇത് രാഷ്ട്രീയം ഉണ്ടല്ലോ ഇതിൽ രാഷ്ട്രീയ അവസാന ഘട്ടത്തിൽ ഇത് രാഷ്ട്രീയത്തിലേക്കാണല്ലോ വരുന്നത്. അങ്ങനെ രാഷ്ട്രീയം വരുമ്പോൾ ഈ ആരോപിക്കുന്ന പാർട്ടി എന്ത് ചെയ്തു എന്ന് തുറന്നു കാണിക്കേണ്ടത് കോൺഗ്രസിനോട് താല്പര്യമുള്ള ഒരു പത്രപ്രവർത്തകനായ എൻ്റെ ഒരു കടമയാണ്. അതുകൊണ്ടാണ് ഞാനത് ചൂണ്ടിക്കാണിച്ചത്. CPM-ന് ഒരു രീതിയുണ്ടെന്ന് പറഞ്ഞത് N. ശ്രീകുമാറല്ല. ഈ വക പരാതികൾ കിട്ടുമ്പോൾ, ലൈംഗിക ആരോപണ പരാതി കിട്ടുമ്പോൾ ഞങ്ങൾക്കത് കൈകാര്യം ചെയ്യാനൊരു രീതിയുണ്ടെന്ന് പറഞ്ഞ് അവരുടെ പാർട്ടി സെക്രട്ടറിയാണ്. അതിപ്പോഴും കിടപ്പുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ടത്. അത് ഞാൻ എടുത്ത് വായിച്ചു നോക്കൂ. പിന്നെ ഇത് ക്യാൻസർ വന്നാൽ മുറിച്ച് നിൽക്കണം, ശരിയാണ്, മുറിച്ച് നീക്കി. പിന്നെ ഒരാളെ പുറത്താക്കിയ പിന്നെ എന്താ ചെയ്യുക? അങ്ങനത്തെ ഒരു സംവിധാനമേ കോൺഗ്രസ് ഉള്ളൂ. വേറെ സംവിധാനം കോൺഗ്രസിനില്ല. ഒരാളെ ഇല്ലാതാക്കാൻ കോൺഗ്രസിന് പറ്റില്ല. സസ്പെൻഡ് ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ ഇന്ന് പാർട്ടിയിലില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞാൽ അത് വിശ്വസിക്കുക. പക്ഷേ നിങ്ങളാരും വിശ്വസിക്കില്ല. കാരണം എന്താ അറിയുമോ? നിങ്ങൾ പറയണേ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ കാരണമുണ്ട്, ശരിയാണ്. അദ്ദേഹം ഇപ്പോൾ MLA ആണ്. ആ MLA എന്ന നിലയ്ക്ക് അദ്ദേഹം പാലക്കാട് പോകുന്നുണ്ട്. അദ്ദേഹത്തിന് അവിടുത്തെ കൂടെ കോൺഗ്രസ് സുഹൃത്തുക്കളും UDF സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട്. അങ്ങനെയുള്ള UDF സുഹൃത്തുക്കളെയും കോൺഗ്രസ് സുഹൃത്തുക്കളെയൊന്നും ഒരു KPCC നേതൃത്വത്തിൽ സുപ്രഭാതത്തിൽ അടിച്ച് പൂർണ്ണമായും പുറത്താക്കാൻ പറ്റില്ല. ഇത് CPM-ന് സംഭവിച്ചിട്ടില്ലേ? CPM-ലെ പ്രതികൾക്ക്, TP വധക്കേസിലെ പ്രതികളെ സ്വീകരിക്കാനും ജയിലിലേക്ക് യാത്ര അയക്കാനും അവർ പോയില്ലേ? അവർ എന്തെങ്കിലും നടപടിയെടുക്കാൻ പറ്റുമോ? കാരണം കടുത്ത രാഷ്ട്രീയം വരുമ്പോൾ, രാഷ്ട്രീയ ഭിന്നത വരുമ്പോൾ അടിസ്ഥാന വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെയും ഇതര കക്ഷികളിലെ പ്രവർത്തകർ തമ്മിൽ രൂക്ഷമായ വാദപ്രതിവാദം ഉണ്ടാവും. അപ്പോൾ കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ അതേ മറുപടിയിൽ തന്നെ കോൺഗ്രസ്സുകാർ ഒരുപക്ഷെ തിരിച്ചു പറഞ്ഞതിരിക്കും. അതൊക്കെ വേറെ വിഷയങ്ങളാണ്. പക്ഷേ കോൺഗ്രസിന് അക്കാഡമിക്കായിട്ട് പറയുകയാണെങ്കിൽ KPCC ഒരു നടപടിയെടുത്തു. ഇപ്പോൾ നോക്കൂ അഭിലാഷ്, മാതൃമേർ ചർച്ച വയ്ക്കുക. അതായത് കേരളത്തിലെ അശ്ലീല രാഷ്ട്രീയം പൂർണ്ണമായും തുടച്ചു നീക്കാവുന്ന രീതിയിലൊരു സെമിനാർ വയ്ക്കുക. ആ സെമിനാറിൽ കോൺഗ്രസ് വന്ന് പറയും, CPM എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. അവിടെ CPM 2 വട്ടം ആലോചിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പൂർവ്വകാലത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണോ മാതൃക എന്ന് ചോദിക്കരുത്, അതല്ല മാതൃക. പക്ഷേ അങ്ങനെ ചെയ്തവർക്ക് ഇങ്ങനെ കോൺഗ്രസ് കൃത്യമായ ഒരു കാര്യം തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനമല്ല ശരി എന്ന് പറഞ്ഞ് വെറുതെ വാദിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും CPM-ന് ഉത്തരവുണ്ടാവില്ല. അങ്ങനെ CPM-ന് ഉത്തരവില്ലാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ രീതി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ്. കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ്സുകാർ ആരും ഇറങ്ങിയിട്ടില്ല എന്നാണ് സതീശൻ നേരത്തെ വൈകുന്നേരം പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം രാഹുലിന് വേണ്ടി ആരൊക്കെ ബാറ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയാം. ഇതൊരു തെരഞ്ഞെടുപ്പ് കെണിയാണ്. ഇത് മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞത് UDF കൺവീനർ അടൂർ പ്രകാശാണ്. MM ഹസനാണ് ആദ്യത്തെ ദിവസം കേസ് വന്ന ആദ്യത്തെ ദിവസം ന്യായീകരിച്ചിട്ടുള്ളത്. K. സുധാകരൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കണ്ടു. അപ്പോൾ കോൺഗ്രസ്സുകാർ ആരും ഇറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവരൊന്നും കോൺഗ്രസ്സുകാരല്ലേ എന്ന് പ്രതിപക്ഷ നേതാവിനോട് ആരെങ്കിലും ചോദിച്ചു പോയാൽ നമുക്ക് ആരെ കുറ്റം പറയാൻ കഴിയും? ശ്രീ അരുൺകുമാർ, ഈ രണ്ടാമത്തെ പരാതി കൂടി വന്നതോടുകൂടി ഇതിൻ്റെ ഗൗരവ സ്വഭാവം വർദ്ധിക്കുകയാണ്. ആദ്യത്തെ പരാതി തന്നെ അതീവ ഗൗരവ തരത്തിലുള്ള ഒന്നായിരുന്നു. രണ്ടാമത്തെ പരാതി ആ ബിഹേവിയറിന്, ആ പാറ്റേണിന് സാധൂകരണം നൽകുകയാണ്. അപ്പോൾ പരാതിയുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സൈബർ ആക്രമണമോ മറ്റാക്രമണമോ കൊണ്ട് അവരുടെ ജീവിതം വഴിമുട്ടുന്ന അവസ്ഥ നേരിടില്ല എന്ന് ബോധ്യപ്പെടുക, നീതി എന്നുള്ളത് പ്രാഥമികമായ ആവശ്യമാണല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് വരിക, നിങ്ങൾ പരാതി നൽകുക, നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടും, ആരാലും നിങ്ങൾ ആക്രമിക്കപ്പെടില്ല എന്ന് ഒരു ഉറപ്പ് കേരളത്തിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കൊടുക്കാൻ, അവർക്ക് ധൈര്യം നൽകാൻ പറ്റുന്നൊരു സർക്കാരുണ്ടോ ഇവിടെ? തീർച്ചയായും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തരത്തിലും പഴുതുകളില്ലാത്ത അന്വേഷണവും സമയബന്ധിതമായിട്ട് കുറ്റപത്രം സമർപ്പിക്കലും സമയബന്ധിതമായിട്ടുള്ള വളരെ വേഗത്തിലുള്ള നീതിപൂർവമായിട്ടുള്ള വിചാരണയും വിധിയും അത് കൃത്യമായി ഉറപ്പുവരുത്തിയ ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. നമുക്കറിയാം, ജിഷയുടെ കൊലക്കേസ് മുതൽ എടുത്ത് പരിശോധിച്ചാൽ, സിനിമാ നടിക്കെതിരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാഹചര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഈ പെൺകുട്ടി തന്നെ എത്ര ധൈര്യത്തോടെയാണ് ഏറ്റവും അവസാനം പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി നേരിട്ട് കണ്ട് പരാതി കൊടുക്കുകയും എത്ര ചടുലതയോടെയാണ് ആ പരാതിയിൽ മേലുള്ള ആക്ഷൻ ഉണ്ടായത്. എല്ലാ സയന്റിഫിക് എവിഡൻസുകളും ശേഖരിച്ച് മുന്നോട്ട് പോകുന്നു. വെട്ടുകിളി കൂട്ടത്തെ പോലെ ആ അതിജീവിതയെ ആക്രമിക്കാനുള്ള നീക്കമുണ്ടായപ്പോൾ നിമിഷങ്ങൾക്കകം ആ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തവർ അറസ്റ്റ് ചെയ്തിപ്പോൾ ഗോതമ്പുണ്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അവിടെ പട്ടിണി കിടക്കും എന്ന് പറഞ്ഞ് വാർത്തകൾ സൃഷ്ടിക്കുന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ N. ശ്രീകുമാറിനോട് പറയാനുള്ളത്, ഈ പരാതിയൊക്കെ ഉയർന്നു വരുമ്പോഴും അതിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാതെ, അതിലെ ധാർമ്മിക വശങ്ങൾ പരിശോധിക്കാതെ നിങ്ങൾ CPM-നെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുക. ഈ പരാതി ഉന്നയിച്ചൊന്നും CPM അല്ല മിസ്റ്റർ, ഞങ്ങൾ ഈ ചിത്രത്തിലേ ഇല്ല.
ഏറ്റവും സാധാരണക്കാരായ പെൺകുട്ടികളെ വഴിതെറ്റിച്ച് പ്രലോഭനങ്ങൾ കൊടുത്ത് വാഗ്ദാനങ്ങൾ കൊടുത്ത് കെണിയിൽപ്പെടുത്തി അവരെ ചതിച്ച് അവരെ ക്രൂരമായി ആക്രമിച്ച് അത്തരത്തിലുള്ള പരാതിയുടെ ഉള്ളടക്കം ഇത്ര വ്യക്തമായി പുറത്തു വരുമ്പോൾ സ്ത്രീകളും കുട്ടികളും ഉള്ളിടത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ഒരു എൻഗേജ്മെന്റും കൊടുക്കരുത്, ചുമതലയും കൊടുക്കരുത് എന്ന രൂപത്തിൽ തന്നെ ആ പരാതിയുടെ ഉള്ളടക്കമായി മാറുമ്പോൾ ഓരോ വാക്കും പറയുമ്പോൾ ഇദ്ദേഹം CPM-നെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വ്യക്തിപരമായി ഇതിനെ കാണുന്നില്ല. കാരണം ഇദ്ദേഹം വാ തുറക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ CPM-നെ ആക്രമിക്കാനാ. ആക്രമിച്ചോട്ടെ, പക്ഷേ നശിച്ച് നാറാണക്കല്ല് പിടിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, നിങ്ങളുടെ പ്രസ്ഥാനം. ആ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാവരും ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. വിരലിൽ എണ്ണാവുന്നവർ മാത്രമല്ലേ തിരിച്ചൊരു മറുപടി പറഞ്ഞ് ഇപ്പൊ രാഹുൽ ഗാന്ധിയും അതുപോലെ പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ പരാതി കൊടുക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പറയാം ഞങ്ങൾ പുറത്താക്കിയില്ലേ. താങ്കൾ മനസ്സിലാക്കുക, സസ്പെൻഷനും പുറത്താക്കലും രണ്ടും രണ്ടാണ്. സസ്പെൻഷൻ താൽക്കാലികമായി 1 മാസത്തേക്ക് മാത്രം ചെയ്യാവുന്ന ഒരു നടപടിയാണ് നിങ്ങളുടെ ഭരണഘടന പ്രകാരം. അങ്ങനെ സസ്പെൻഡ് ചെയ്യുമ്പോഴും പഞ്ചായത്ത് മെമ്പർ സ്ഥാനം മുതൽ മുകളിലേക്കുള്ള എല്ലാ സ്ഥാനവും സൊസൈറ്റി ഡയറക്ട് ബോർഡ് അംഗം സ്ഥാനമാണെങ്കിൽ പോലും അത് രാജിവെക്കണം. ഇതൊന്നും രാജിവെക്കാതെ ഒരു പ്രിവിലേജ് നിങ്ങൾ കൊടുത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടലിന്. ഒരു പ്രത്യേക കരുതൽ നിങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഈ കരുതൽ തന്നെയാണ് നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് ധൈര്യവും പ്രചോദനവുമായി മാറുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരെ മുഴുവൻ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് അദ്ദേഹം ഇൻവോൾവ് ചെയ്യുകയാണ്. അങ്ങനെ കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര, തട്ടിപ്പും വെട്ടിപ്പും അനാശാസ്യവും നിങ്ങളുടെ സ്വഭാവമായി മാറിയിരിക്കുന്നത് നമ്മൾ കാണുന്നു. താങ്കളോട് ചോദിച്ചു, കർണാടകത്തിലല്ലേ സംരക്ഷണം, അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ, കൃത്യമായി എന്തുകൊണ്ട് സറണ്ടർ ചെയ്യാൻ നിങ്ങൾ നിർദ്ദേശം കൊടുക്കുന്നില്ല? നിങ്ങൾ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോഴും നിങ്ങളുടെ അംഗമാണല്ലോ, എല്ലാ തരത്തിലും കോൺഗ്രസ്സുകാരനാണല്ലോ. ഇത്ര ദിവസത്തിനുള്ളിൽ സറണ്ടർ ചെയ്യണം, നിയമത്തിന് മുന്നിൽ കീഴടങ്ങണമെന്ന് KPCCയുടെ പ്രസിഡന്റിന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഒന്ന് പറയാൻ എന്താണ് മടി? നിങ്ങൾ മുട്ടുവിറയ്ക്കും. കാരണം അദ്ദേഹം പറഞ്ഞില്ലേ, ബണ്ടി ചോറ് വന്ന സാധാ കള്ളനെ കുറ്റം പറയുന്ന സാഹചര്യം പല ചരിത്രവും ഞാൻ പറയുമെന്ന് പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. 3 ദിവസം മുമ്പല്ലേ അങ്ങനെ പറഞ്ഞത്, 4 ദിവസം മുമ്പ്. അതുകൊണ്ട് പല കഥകളും പുറത്തു വരും എന്നുള്ളത് കൊണ്ട് തന്നെ പലരും ഭയപ്പെട്ട് വൈറ്റ് വാഷ് ചെയ്യുകയാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ശ്രീ കെ സുധാകരൻ 4 ദിവസം മുമ്പ് എന്താ പറഞ്ഞ്, ഇത്ര നല്ല പയ്യൻ, പരാതിയൊക്കെ ഞങ്ങൾ പരിശോധിച്ചു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പറയുകയാണ് ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ സംസ്കാരമായി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് പരാതി പറഞ്ഞ, അഭിപ്രായം പറഞ്ഞവർ വരെ അത് പിൻവലിച്ച് ഇനി ഞങ്ങൾ ഒന്നിനുമില്ല എന്ന് പറയാൻ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും ഉമാ തോമസും എല്ലാം തയ്യാറായത്. അവർക്ക് ഈ അനുഭവമാണെങ്കിൽ സാധാരണ പെൺകുട്ടികൾക്ക് എന്താണ് അനുഭവം? അതുകൊണ്ട് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും പ്രതിയെ സറണ്ടർ ചെയ്യാൻ നിങ്ങൾ നിർദ്ദേശിക്കണമെന്നതാണ് എനിക്ക് പറയാൻ. ശരി, എന്തായാലും നാളെ വളരെ നിർണായകമാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്താണ് കോടതി കാണുന്നതെന്ന് നോക്കാം. ഈ രണ്ടാമത്തെ പരാതി സ്വാഭാവികമായിട്ടും അത് നിയമ സംവിധാനത്തിന് മുമ്പിലെത്തുമ്പോൾ ആദ്യം ഉന്നയിച്ച അലിഗേഷൻസിന് ശക്തി കൂടുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണുകയും ചെയ്യാം. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.